محترم و مکرم خلفائے کرام و علماء اعظام اور میرے عزیز بزرگوں اور ساتھیوں، اللہ تبارک و تعالیٰ کا ہم پر بڑا کرم، فضل اور اس کا یہ احسان ہے کہ اس نے ہم عاصی پر معاصی خطا کار گنہگار بندوں کو اللہ اپنے حبیب دو عالم کے آقا امام الانبیاء احمد مصطفیٰ محمد مصطفیٰ صلی اللہ علیہ وسلم کی امت و برکت میں پیدا کیا، اور اس امت میں اللہ نے ہمیں پیدا ہونے کا شرف عظیم عطا فرمایا، الحمدللہ۔ വന്യരായ ഖുലഫാക്കളെ, ഉലമാ നേതാക്കളെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അറ്റമില്ലാത്ത അനുഗ്രഹവും കൃപയും കൊണ്ട് സാധുക്കളായ പാവികളായ നമ്മെ അവൻ്റെ ഹബീബും ഇരുലോക നേതാവുമായ ഇമാമുൽ അംബിയ അഹ്മദ് മുസ്തഫ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉത്തമ സമുദായത്തിൽ ജനിപ്പിച്ചു. ഈ സമുദായികളാണെന്ന ശ്രേഷ്ഠതയും അഭിമാനബോധവും നൽകി അല്ലാഹു തആല നാം ഏവരെയും അനുഗ്രഹിക്കുകയും ചെയ്തു, അൽഹംദുലില്ലാഹ്। مزید کرم کیا پروردگار نے اپنے حبیب کی امت کے ساتھ ہی ساتھ اپنے محبوبین اہل اللہ سے، اولیاء اللہ سے ہمیں نسبتیں عطا فرمائی، اور ان سے وابستہ ہو کر زندگی کے قیمتی ایام کو گزارنے کا اللہ نے ہمیں ایک انمول موقع و توفیق عطا فرمایا۔ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമുദായികളാക്കിയതിനോടൊപ്പം അല്ലാഹു തആല നമ്മുടെ മേൽ പ്രത്യേകം കാരുണ്യം ചെയ്തുകൊണ്ട് അവൻ്റെ മഹബൂബീങ്ങളായ മഹാന്മാര്, അള്ളാഹുവിൻ്റെ ഔലിയാക്കള്, അവരോടുള്ള ബന്ധം നൽകി അള്ളാഹു നമ്മെ അനുഗ്രഹിച്ചു. ആ ബന്ധത്തിനായി നമ്മുടെ ജീവിതത്തിൻ്റെ അനർഘമായ നിമിഷങ്ങള് കഴിച്ചുകൂട്ടാനുള്ള സൗഭാഗ്യം, സന്ദർഭം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്തു, അൽഹംദുലില്ലാഹ്۔ اور آج اللہ تعالی ہم سبوں کو پھر سے اپنے ولی حضرت جمال اللہ شاہ علیہ الرحمہ کے عرس شریف کے دوسرے دن، یعنی عرس سے منسوب 2 دن کے اجتماع میں تربیت محفل میں اللہ تعالی ہم سبوں کو جمع ہونے کی توفیق عطا فرمایا۔ അതോടൊപ്പം ഇന്ന് ഒരിക്കൽ കൂടി അല്ലാഹു തആല അവൻ്റെ വലിയ ബഹുമാനപ്പെട്ട ഹദ്റത്ത് ജമാലുല്ലാഹ് ഷാഹ് റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകളുടെ ഉറുസ് ആഘോഷത്തിനോടനുബന്ധിച്ച് നടത്തുന്ന തർബിയത്ത് ക്യാമ്പിൻ്റെ ഇന്നത്തെ ഈ 2ാമത്തെ ദിവസത്തിൽ ഈ സദസ്സിൽ അല്ലാഹു തആല നാം ഏവരെയും ഒരുമിച്ച് കൂട്ടിയിരിക്കുകയാണ്। حاضرین اکرام، ہم جو بھی یہاں پر جمع ہوئے ہیں، یہ اللہ والوں کے فیضان سے مالا مال ہونے کے لیے اللہ تعالی ہم سبوں کو جمع کیا ہے۔ ہمارا کوئی اور غرض نہیں ہے کہ ہم ان کی بارگاہ میں آئے تو مجھے کچھ اور نصیب ہو جائے، یہ ہمارا مقصد نہیں، بلکہ ہم یہاں پر آئے ہیں، ہم اہل طریق ہے تو ہماری یہ نیت ہے کہ میں جب اللہ کے ولی کی بارگاہ میں آیا ہوں تو میرا خال اور میرا حال ان کے خال اور حال کی طرح بن جائے۔ ബഹുമാനികളെ, ഇവിടെ കൂടിയ നാമൊക്കെ എത്തിച്ചേർന്നിട്ടുള്ളത് അള്ളാഹുവിൻ്റെ വലിയൻ്റെ ഫൈലാന് കൊണ്ട് അനുഗ്രഹീതരാവുക എന്ന ഏക ലക്ഷ്യത്തിൽ മാത്രമാണ്. അതല്ലാത്ത, അതിൽ നിന്ന് മാറിക്കൊണ്ടുള്ള എന്തെങ്കിലും ഒരു ഉദ്ദേശമോ ലക്ഷ്യമോ ഒന്നും തന്നെ നമ്മിൽപ്പെട്ട ആർക്കും ഇവിടെ വരലുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നില്ല. നാം ഒക്കെ തരീഖത്തിന്റെ അഹ്ലുകാരാണ്. അള്ളാഹുവിന്റെ ഔലിയാക്കളായ മഹാന്മാരുടെ ഹദറത്തില് നമ്മൾ എത്തിയിരിക്കുന്നത് അവരുടെ ഫൈലാൻ കരസ്ഥമാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി മാത്രമാണ്. അതേ നിയ്യത്തിലാണ് നാം ഒക്കെയുള്ളത്. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ഈ പ്രത്യേകക്കാരനായ വലിയ അവരുടെ കാല് സംസാരം എന്തായിരുന്നോ
അവരുടെ ഹാല്, അവരുടെ അവസ്ഥ എന്തായിരുന്നു, ആ കാലും ഹാലും എന്റെയും കാലും ഹാലുമായി മാറണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് നാം ഒക്കെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. जब हम आए हैं इनकी बारगाह में, इनके खाल की तरह अपने खाल को बनाने के लिए, इनके हाल की तरह अपने हाल को बनाने के लिए, इनका खाल कैसा है, हमारा खाल कैसा है, अल्हम्दुलिल्लाह कोई फर्क नहीं है। उनका खाल सहाबा की तरह है, उनका खाल मोहम्मद रसूलुल्लाह की तरह, हमारा भी खाल अल्हम्दुलिल्लाह है तो उसी तरह, लेकिन अल्लाह की नाफरमानी भी उससे सरजद होती है। अल्लाह ताला हमारी हिफाजत फरमाए। लेकिन अगर हाल का हम जायजा ले, हमारे हाल में और इनके हाल में जमीन और आसमान का फर्क। इनका हाल सहाबा और मोहम्मद रसूलुल्लाह की तरह है, हमारा हाल किसी और की तरह। अल्लाह ताला हम सबों को हमारे हाल और हाल की इस्लाह की हमें तौफीक अता फरमाए। ബഹുമാനികളെ, ഈ മഹാനവറുകളുടെ കാലെങ്ങനെയായിരുന്നു, അവരുടെ സംസാരം എങ്ങനെയായിരുന്നു, അതുപോലെ നമ്മുടെ സംസാരത്തെ ആക്കി മാറ്റുക. അവരുടെ ഹാലെങ്ങനെയായിരുന്നു, അതുപോലെ നമ്മുടെ ഹാലുമാക്കി മാറ്റുക, നമ്മുടെ അവസ്ഥയാക്കി മാറ്റുക. ഇതാണ് നാം ഒക്കെ ലക്ഷ്യമാക്കിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ നാം ആലോചിക്കുകയാണ്, ഇവരുടെ കാല് എങ്ങനെയായിരുന്നു, നമ്മുടെ കാല് എങ്ങനെയാണ്. അവരുടെ കാൽ, അവരുടെ സംസാരം സഹാബത്തിന്റെ കാല് പോലെയാണ്, അവരുടെ സംസാരം പോലെ. അവിടുത്തെ കാല് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംസാരം, അവിടുത്തെ കാലാണ് അവർ കാലാക്കി മാറ്റിയിട്ടുള്ളത്. എന്നാൽ നമ്മളാണെങ്കിലോ, നമ്മളുടെയും കാല്, നമ്മളുടെയും സംസാരം പറയുന്ന കാര്യത്തിൽ നമ്മളും അവരെ പോലെ, നമ്മളെ കാലും സഹാബത്തിനെ പോലെ ഒക്കെ ആക്കിയിട്ടുണ്ട് എന്ന് തന്നെയാണ് നമ്മളും അവകാശപ്പെടുന്നത്. പക്ഷേ അതോടൊപ്പം അതിന് വിരുദ്ധമായ പല തെറ്റുകളും നമ്മൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. എന്നാൽ അവരുടെ ഹാലും നമ്മളെ ഹാലും നോക്കുകയാണെങ്കിലോ അതിൽ വലിയ അന്തരമാണുള്ളത്. അവരുടെ ഹാലുമായി നമ്മുടെ ഹാലിന് യാതൊരുവിധ ബന്ധവുമില്ലാത്ത ഒരവസ്ഥയിലാണ് ഇന്ന് നമ്മളൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. हमारा हाल का अगर हम जायजा ले, हमको मखलूक से ताल्लुक है, खालिक से हमारा ताल्लुक नहीं। इनके हाल का अगर जायजा ले तो इनको मखलूक से ताल्लुक नहीं, खालिक से इनका ताल्लुक जुड़ा हुआ है। हमारा हाल, हमको दुनिया से ताल्लुक, दीन से हमारा ताल्लुक नहीं। इनका अगर हाल का अगर जायजा ले तो इनको दुनिया से ताल्लुक नहीं, दीन से इनको ताल्लुक है। हमारे और हाल में, इनके हाल में जमीन और आसमान का फर्क। अगर हम हमारे हाल को जिस तरह हम दावा करते हैं मेरा हाल बन गया है, अगर हमारे हाल को भी अगर इनके हाल की तरह बना लेंगे, इंशाअल्लाह अल्लाह ताला हमको भी औलिया अल्लाह के फहरिस्त में जगह अता फरमाएगा। ബഹുമാനികളെ, ഇവരുടെ ഹാല് സഹാബത്തിന്റെ ഹാല് പോലെയാണ്, ഇവരുടെ ഹാല് റസൂലുള്ളാഹിന്റെ ഹാല് പോലെ അവർ ആക്കി മാറ്റിയവരാണ്. നമ്മളെ ഹാലാണെങ്കിലോ മറ്റ് പലരുടെയും ഹാല് പോലത്തെ ഒരു ഹാലാണ് നമ്മുടെ ഹാല്. ഇതുപോലത്തെ ഹാലുമായി നമുക്ക് യാതൊരു ബന്ധവുമില്ല. ഇവരുടെ ഹാൽ എങ്ങനെയാണെന്ന് നമ്മൾ പരിശോധിച്ചാൽ അവർക്കുള്ള ബന്ധം മഖ്ലൂക്കിനോടല്ല, അവർക്കുള്ള ബന്ധം അല്ലാഹുവിനോടാണ്. നമ്മളുടെ ഹാല് പരിശോധിച്ചാലോ നമുക്കുള്ള ബന്ധം മഖ്ലൂക്കുകളോട്, സൃഷ്ടികളോടാണ്, നമുക്ക് അല്ലാഹുമായി ബന്ധമില്ല. അവരുടെ ഹാല് നാം നോക്കുകയാണെങ്കിൽ അവരുടെ ഹാല് അവർക്ക് ദുനിയാവുമായി ബന്ധമില്ല, അവർക്കുള്ള ബന്ധം ദീനുമായിട്ടാണ്. നമ്മുടെ ഹാല് നോക്കിയാലോ നമുക്കുള്ള ബന്ധം ദുനിയാവിനോടാണ്, ദീനുമായി നമുക്ക് യാതൊരു ബന്ധവുമില്ല. ഇങ്ങനെ അവരുടെ ഹാലും നമ്മുടെ ഹാലും പരസ്പരം ആകാശഭൂമിയുടെ വ്യത്യാസത്തിലാണുള്ളത്. എന്നാൽ നാം പരിശ്രമിക്കുകയും അധ്വാനിക്കുകയും ചെയ്തുകൊണ്ട് അവരുടെ ഹാല് പോലെ നമ്മുടെയും ഹാലാക്കി മാറ്റാൻ ശ്രമിച്ചാൽ ഇൻഷാ അല്ലാഹ് നമ്മളും അള്ളാഹുവിന്റെ തൃപ്തി കൈവരിച്ചവരും വിജയികളുമായി തീരുന്നതാണ്. अल्लाह
के नजदीक हाल की भी इस्लाह होना जरूरी है और हाल की भी इस्लाह होना जरूरी है। अल्लाह ताला हमको बतला रहा है, औलिया अल्लाह हमको समझा रहे हैं। क्या इरशाद फरमाते, हाल राह बगुजर हाल शो, हाल से गुजरो, हाल अपने अंदर पैदा करो। ये हाल कब पैदा होगा, आगे उसकी तफसील अल्लाह वाले बयान करते हैं। पेशे मर्दे कामिले पामाल छो, मर्द कामिल के हाथ में ऐसा बिक जाओ, ऐसा पामाल हो जाओ। अगर तुम पामाल हो जाओगे, उसकी सोहबत अख्तियार करोगे, उसकी मायत में उठोगे बैठोगे, उसके साथ अगर रहोगे, अल्लाह क्या करेगा, उसकी सोहबत के असर से उसके हाल को अल्लाह तुम्हारा हाल बना दे। അല്ലാഹു തആല നമ്മുടെ കാലും ശരിയാകണമെന്ന് നമ്മോട് ആവശ്യപ്പെടുന്നു, നമ്മുടെ ഹാലും ശരിയാകണമെന്ന് നമ്മളോട് ആവശ്യപ്പെടുന്നു. നമ്മുടെ കാലും നന്നായവരായിരിക്കണം, ഹാലും നന്നായവരായിരിക്കണം. എന്നാൽ ഈ രംഗത്ത് നമ്മളെ സ്വീകരിക്കേണ്ട നിലപാട് എന്താണ്? നമ്മൾ പൊതുവെ കാല് പറയുന്നതിൽ മാത്രം ഏതൊന്നും നമ്മൾ അവകാശപ്പെടുന്നു, അതൊക്കെ ശരിയായിട്ടുണ്ട്, അതിൽ മാത്രം നിലകൊള്ളുകയും അതിലപ്പുറം ഒന്നുമില്ലാത്ത ഒരവസ്ഥയിലേക്ക് നമ്മൾ മാറുകയും ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹുവിന്റെ അഹ്ലുകാരെ നമ്മളെ ഉത്ബോധിപ്പിച്ചു, നീ കാലിനെ മറികടന്ന്, കാലിലപ്പുറം കാലിൽ മതിയാക്കാതെ, പറച്ചിലിൽ മാത്രം മതിയാക്കാതെ, ഹാലിഷോ, നീ ഹാലുള്ളവനായി മാറി, നീ അവസ്ഥയുള്ളവനായി മാറി. അങ്ങനത്തെ ഹാല്, ഈ മഹാന്മാരുടെ കാലിനപ്പുറം ഇവരുടെ ഹാല് കൂടി നമുക്ക് നേടിയെടുക്കണമെങ്കിൽ അതിനുള്ള മാർഗം എന്താണ് എന്നും ആ കവിതയിലെ കവി നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നു. പേശേ മറദേ കാമിലെ പാമാൽസോ, നീ എന്ത് ചെയ്യണം? ഒരു കാമിലായ ഒരു പുരുഷനെ ആദ്യം അതിനു വേണ്ടി കണ്ടെത്തണം. ഒരു കാമിലായ പുരുഷൻ നിനക്ക് വേണം, ഒരു മാർഗദർശി നിനക്ക് വേണം. അവരുടെ സഹവാസം നീ സ്വീകരിക്കണം. അതിനുശേഷം തന്റെ സർവസ്വവും അവർക്ക് വേണ്ടി നീ ബലിയർപ്പിച്ച് തന്നെ ഒന്നുമല്ലാതാക്കി മാറ്റണം. എങ്കിൽ മാത്രമേ അവരുടെ ഹാല് നിന്നിലേക്ക് പകർത്താൻ സാധിക്കുകയുള്ളൂ. ചുരുക്കി പറഞ്ഞാൽ അല്ലാഹുവിന്റെ അഹ്ലുകാരായ മഹാന്മാർ അവരെ കണ്ടെത്തുകയും അവരെ സഹവസിക്കുകയും അവരോട് കൂടെ ഇരിക്കുകയും അവരോട് കൂടെ പെരുമാറുകയും അവരുടെ സഹവാസത്തിലായി താൻ നിലകൊള്ളുകയും ചെയ്യുമ്പോൾ ക്രമേണ ക്രമേണ അവരുടെ ഹാല് നമ്മുടെ ഹാലായി മാറുന്നതാണ്, അവരുടെ ഹാല് നമ്മിലേക്കും പകർത്തപ്പെടുന്നതാണ്. हाल किताबों के जरिए वाज को सुनकर हम हाल की तो इस्लाह कर सकते हैं, लेकिन अगर हाल की अगर कैफियत जो अल्लाह वालों की है, वो कैफियत अगर हमारे अंदर पैदा होना है, अल्लाह वाले हमको बतलाते हैं, एक मर्द कामिल को तलाश कर, अल्लाह वाले को तलाश कर, उसकी सोहबत अख्तियार कर। अल्लाह का भी यही मंशा है, या अय्युहल्लज़ीना आमनु तक़ुल्लाह वब्तगू इलैहि वसीला। वसीला तलाश करने का अल्लाह ताला हमें हुक्म दे रहा है। अगर हम वसीला तलाश करेंगे, फिर जिहाद करेंगे, उनकी सोहबत में बैठकर वो जिस तरह हमको बना रहे हैं उस तरह अगर हम कोशिश करेंगे, अल्लाह क्या इरशाद फरमा रहा है, बेशक तुम फलाह पाने वालों में से। तो हम अपने हाल की अगर इस्लाह करना है, अल्लाह वालों की सोहबत हमारे लिए जरूरी है। अल्लाह ताला हम सबों को अल्लाह वालों की सोहबत अख्तियार करके उनके खाल और हाल की तरह हमारे खाल और हाल को बनाने की तौफीक अता फरमाए। നമ്മുടെ കാല്, നമ്മുടെ പറച്ചില്, നമ്മുടെ സംസാരം ഇത് ശരിയാകണമെങ്കിൽ അത് കിതാബുകളിലൂടെയും നമ്മുടെ പറച്ചിലുകൾ നമുക്ക് ശരിയാക്കാൻ പറ്റും. നല്ല കാര്യങ്ങൾ, ശരിയായ കാര്യങ്ങൾ എന്താണ് എന്നറിയാനും അത് പറയാനും നമുക്ക് സാധിക്കും. വായനകളും നസീഹത്തുകളും കേട്ടുകൊണ്ടോ നമ്മുടെ കാലിനെ നമ്മൾക്ക് നന്നാക്കാൻ കഴിയും. എന്നാൽ നമ്മുടെ ഹാല് നന്നാവണമെങ്കിലോ അത് കിതാബ് കൊണ്ടോ അല്ലെങ്കിൽ വായന നസീഹത്ത് കേട്ടത് കൊണ്ടോ മാത്രം നമ്മുടെ ഹാല് ശരിയാവുകയില്ല. അതിന് ഹാല് ശരിയായതായ സമ്പൂർണനായ പൂർണ്ണനായ മഹാന്മാരുടെ സഹവാസം സ്വീകരിക്കും. അങ്ങനത്തെ നേതാവിനെ, ഒരു മാർഗദർശിയെ തനിക്ക് വേണ്ടി ആദ്യം കണ്ടെത്തുക എന്നുള്ളത് അതിന് ഏറ്റവും ഒന്നാമതായ നിബന്ധനയാണ്. അങ്ങനെ അവരെ കണ്ടെത്തുകയും അവരോട് സഹവസിക്കുകയും അവരോട് സഹവസിച്ചുകൊണ്ട് ആ മാർഗത്തിനായി പരിശ്രമിക്കുകയും ചെയ്യുമ്പോൾ മാത്രമാണ് നമ്മൾ വിജയിച്ച ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുക. ഇങ്ങനത്തെ ഒരു നിർദ്ദേശം നമ്മൾ സ്വയമായി സങ്കല്പിച്ചതല്ല,
അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ നമ്മോട് കൽപ്പിക്കുകയാണ്, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ് വബ്തഗൂ ഇലൈഹിൽ വസീല. നിങ്ങൾ അല്ലാഹുവിലേക്ക് ഒരു മാർഗദർശിയെ, നിങ്ങളൊരു വസീലയെ തെരഞ്ഞന്വേഷിക്കുക, നിങ്ങൾ കണ്ടുപിടിക്കുക. വബ്തഗൂ ഇലൈഹിൽ വസീല. ആ വസീലയെ നിങ്ങൾക്ക് ലഭ്യമായി കഴിഞ്ഞാൽ പിന്നെ ആ വഴിയിൽ നിങ്ങൾ അധ്വാനിക്കുക, പരിശ്രമിക്കുക. എങ്കിൽ മാത്രമേ നിങ്ങൾ വിജയികളാവുകയുള്ളൂ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അറിയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് ഹാല് ശരിയാവാൻ ശരിയായ ഹാലുള്ള ഒരാളെ കണ്ടെത്തുകയും അവരോട് സഹവസിക്കുകയും ആ വഴിയിലായി മുന്നേറുകയും ചെയ്തെങ്കിൽ മാത്രമേ നമ്മുടെ ഹാല് ശരിയാക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. बुजुर्गों और दोस्तों, सबसे पहले तो हमको अल्लाह वाले को तलाश करना जरूरी है। फिर उसके बाद अल्लाह वाले हमको बतलाते हैं कुरान और हदीस की रोशनी में, अल्लाह के मंशा को सामने रखते हुए, अल्लाह के हबीब के मंशा को सामने रखते हुए हमको बतलाते हैं कि सबसे पहले तू वसीले को तलाश कर, कामिल को तलाश कर। जब उसको तलाश करेगा फिर उसके हाथ में सुपुर्द हो जा। उसके बाद जब उसके हाथ में तू बिक जाएगा फिर सवाल नहीं करना पलट के ये क्या है, ये क्या है, ये कैसा होगा। वो जिस रास्ते से तुझे ले जा रहा है, अगर तू उस रास्ते से चलता जाएगा, एक दिन आएगा अल्लाह ताला तुझे मंजिल मकसूद तक पहुंचाएगा। दूसरा सबसे अहम यही है, हम जब बिक गए किसी के हाथ में, कामिल के हाथ में, हम सवालात से अगर हम बचेंगे, वो जिस तरह हमें ले जा रहा है अगर हम उस तरह आगे बढ़ेंगे, अल्लाह हमें कामयाबी अता करेगा। अब आप देखिए, कुरान को उठाए तो हमको पता चलेगा हजरत मूसा अलैहिस्सलाम, हजरत खिज़र अलैहिस्सलाम का अल्लाह ताला वाक़या बयान कर रहा है। अल्लाह ताला हुक्म दे रहा है मूसा अलैहिस्सलाम को नबी होकर आला मकाम और मर्तबा है, खिज़र की सोहबत अख्तियार करो। हजरत खिज़र अलैहिस्सलाम की जब सोहबत अख्तियार की है, आप क्या इरशाद फरमा रहे हैं? कुरान बयान कर रहा है, अल्लाह इरशाद फरमा रहा है, खिज़र अलैहिस्सलाम की गुफ्तगू को अल्लाह ताला अपने कलाम में बयान कर रहा है। क्या इरशाद फरमा रहे हैं खिज़र अलैहिस्सलाम? तुम मेरे साथ नहीं रह सकते। आप अर्ज करते हैं मैं आपके साथ रहने के लिए आया हूं, पहली शर्त क्या है? सवाल नहीं करना मेरे से। मैं जिस जैसा लेकर चल रहा हूं अगर तुम चलोगे तो तुम्हारे लिए खैर है, अगर तुम सवालात करोगे, अगर मैं जो बतलाया हुआ रास्ता अगर तुम इख्तियार नहीं करोगे तो तुम अलग मैं अलग, हमारा एक जगह होना मुश्किल है। आप साहिब शरीयत है, आप चाहे शरीयत के खिलाफ अगर हो तो बोल सकते हैं, लेकिन उसके बावजूद साहिब शरीयत होने के बावजूद अल्लाह ताला हजरत खिज़र की गुफ्तगू को इतना पसंद कर रहा है, अल्लाह अपने कलाम में बयान कर रहा है। साथ अगर होना है तो फिर सवाल मत करो, जैसा खिज़र तुम्हें ले जा रहा है मूसा तुम ऐसे आगे बढ़ते जाओ। बुजुर्गों, अल्लाह ताला हम सबों को ये समझने की तौफीक अता फरमाए। ബഹുമാനികളെ, അല്ലാഹുവിന്റെ അഹലുകാരായ മഹാന്മാരെ അവരുടെ ഹാല് നമ്മുടെ ഹാലാക്കി മാറ്റാൻ, അവരുടെ അവസ്ഥയെ നമ്മളെ അവസ്ഥയാക്കി മാറ്റാൻ നമ്മൾ പരിശ്രമിക്കുന്നെങ്കിൽ, അധ്വാനിക്കുന്നെങ്കിൽ, നമുക്ക് ഉദ്ദേശമുണ്ടെങ്കിൽ ആദ്യമായി അതിനുള്ള കൽപ്പന എന്താണ്? നിങ്ങൾ അതിനൊരു മാർഗദർശിയെ കണ്ടെത്തുക, ഒരു പൂർണ്ണനായ ഒരു പുരുഷനെ നിങ്ങൾ കണ്ടെത്തുക. വസീല, അള്ളാഹുവിലേക്ക് എത്താൻ ഒരു വസീലയെ നിങ്ങൾ അന്വേഷിച്ചിറങ്ങുക. അങ്ങനെ വസീല കിട്ടിക്കഴിഞ്ഞാൽ ഒരു കാര്യം പൂർത്തിയായി കഴിഞ്ഞു. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് അവരോട് സഹവസിക്കുകയാണ്. അവരോട് സഹവസിക്കുമ്പോൾ പിന്നെ അതിനോടൊപ്പമുള്ള നിബന്ധന എന്താണ്? ഈ അള്ളാഹുവിന്റെ അഹലുകാരോട് നമ്മൾ സഹവസിക്കുമ്പോൾ അവരെ കയ്യിൽ നമ്മളെ വിൽക്കപ്പെട്ടതുപോലെ ആക്കി കഴിഞ്ഞാൽ പിന്നെ പൂർണ്ണമായും നമ്മൾ അവർക്ക് സമർപ്പിതരാവുകയാണ് വേണ്ടത്. നമ്മളെ പൂർണ്ണമായി അവർക്ക് സമർപ്പിക്കാൻ നമ്മുടെ മേൽ അത്യാവശ്യമാണ്. അവർ എന്ത് കൽപ്പിക്കുന്നോ, എന്ത് പറയുന്നോ, എന്ത് ചെയ്യുന്നോ അതിനൊക്കെ പൂർണ്ണമായും പാത്രീഭൂതരായിക്കൊണ്ട് അതനുസരിച്ചുകൊണ്ട് മുന്നേറുക എന്നത് നമ്മുടെ ബാധ്യതയാണ്. അതല്ലാതെ നമ്മുടെ ബുദ്ധിക്ക്, നമ്മുടെ മനസ്സിന് തോന്നിയതുപോലെ നമ്മൾ ഇഷ്ടപ്പെട്ടത് സ്വീകരിച്ചു, അല്ലാത്തത് ഒഴിവാക്കി അതിനെക്കുറിച്ചൊക്കെ ചോദിച്ചു, അന്വേഷിച്ചു, പറഞ്ഞു, ഇങ്ങനെ എന്തിനേയും ആക്ഷേപിച്ച് ബുദ്ധി ഉപയോഗിക്കുന്ന ഒരു രൂപം സ്വീകരിച്ചാൽ ഒരിക്കലും തന്നെ അവരുടെ ഹാല് നിങ്ങളുടെ ഹാലാക്കി മാറ്റാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല എന്നുള്ള വ്യവസ്ഥയാണ് അല്ലാഹുവിന്റെ അഹലുകാർ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നത്. ഈ കാര്യങ്ങളൊക്കെ പരിശുദ്ധ ഖുർആൻ നമ്മൾ എടുത്തു നോക്കിയാൽ
ഖുർആനിലൂടെ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. അള്ളാഹുവിലേക്ക് എത്താൻ അതിന് മാർഗദർശിയെ കണ്ടെത്തണമെന്നുള്ളത് പരിശുദ്ധ ഖുർആനാണ്. അവരോട് സഹവസിക്കണമെന്നുള്ളത് പരിശുദ്ധ ഖുർആനാണ്. അവരോട് സഹവസിക്കുമ്പോൾ നാം സ്വീകരിക്കേണ്ട മര്യാദകൾ, ക്രമങ്ങൾ എങ്ങനെയാണ് എന്നുള്ളതും പരിശുദ്ധ ഖുർആൻ നമുക്ക് മനസ്സിലാക്കി തന്നിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട ഹദ്റത്ത് മൂസാ നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ബഹുമാനപ്പെട്ട ഖിദ്ർ അലൈഹിസ്സലാമിനോട് സഹവസിക്കാൻ വേണ്ടി കൽപ്പിച്ചപ്പോൾ, അവിടെ ചെന്ന് കാണാൻ കൽപ്പിച്ചപ്പോൾ ആദ്യമായി നാം മനസ്സിലാക്കണം, ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാം അല്ലാഹുവിന്റെ ഉലുൽ അസ്മായ ഒരു നബിയാണ്, ഒരു ശരീഅത്തുള്ള മഹാനാണ്, നബിയാണ്, പ്രവാചകനാണ്, റസൂലാണ്. അവരോടാണ് കൽപ്പിക്കപ്പെടുന്നത് മൂസാ നബിയെ നിങ്ങൾ ബഹുമാനപ്പെട്ട ഖിദ്ർ അലൈഹിസ്സലാമിനോട് സഹവസിക്കണമെന്ന്. അങ്ങനെ ബഹുമാനപ്പെട്ടവരെ കണ്ടുമുട്ടി അവരോട് തന്റെ ആവശ്യം അവരെ മുന്നിൽ വെച്ചു, ഞാൻ നിങ്ങളോട് സഹവസിക്കാൻ ഉദ്ദേശിക്കുന്നു എന്ന് പറയുമ്പോൾ ബഹുമാനപ്പെട്ടവരതിന് മറുപടി പറയുന്നത് എന്താണ്? നിങ്ങൾക്ക് എന്റെ കൂടെ സഹവസിക്കാൻ എന്റെ കൂടെ പോകാൻ പറ്റുകയില്ല, കഴിയുകയില്ല എന്നാണ് ബഹുമാനപ്പെട്ടവർ പറയുന്നത്. അല്ല, എനിക്ക് നിങ്ങളോട് സഹവസിച്ചേ തീരൂ എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ബഹുമാനപ്പെട്ട ഖിദ്ർ അലൈഹിസ്സലാമും മൂസാ നബി അലൈഹിസ്സലാമും തമ്മിലുള്ള ആ സംഭാഷണം അല്ലാഹു തആലക്ക് എത്രമാത്രം ഇഷ്ടപ്പെട്ടു അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആനിൽ നമുക്ക് വിവരിച്ചു തരികയാണ്. മൂസാ നബി അലൈഹിസ്സലാം ഖിദ്ർ അലൈഹിസ്സലാമിനോടൊപ്പം സഹവസിക്കണം, സഞ്ചരിക്കണം എന്ന് പറഞ്ഞപ്പോൾ അത് മൂസാ നബി അലൈഹിസ്സലാമിനോട് ഖിദ്ർ നബി അലൈഹിസ്സലാം ഖിദ്ർ അലൈഹിസ്സലാം പറഞ്ഞത് എന്താണ് എന്ന് പരിശുദ്ധ ഖുർആനിൽ പറയുന്നു, അഥവാ നിങ്ങൾ എന്നോ കൂടെ പോവുകയാണെങ്കിൽ ഞാൻ ചെയ്യുന്ന ഒരു കാര്യത്തിനെ കുറിച്ചും എന്നോട് ചോദിക്കാൻ പാടില്ല. നമ്മൾ മനസ്സിലാക്കണം, മൂസാ നബി അലൈഹിസ്സലാം ശരീഅത്ത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്ന, ശരീഅത്ത് കൊണ്ടുവന്നവര് റസൂലാണ്, ഒരു നബിയാണ്. അവരുടെ കാഴ്ചപ്പാടില് ഏതൊരു കാര്യം തെറ്റാണ്, പറ്റാത്തതാണെന്ന് തോന്നിയാൽ അതിനെക്കുറിച്ച് ചോദിക്കാനും അത് തടയാനും ഒക്കെ എല്ലാ നിലക്കും അവകാശമുള്ളവരാണ് മൂസാ നബി അലൈഹിസ്സലാം. അങ്ങനത്തെ അവകാശമുള്ള നബിയോടാണ് പറയുന്നത്, നിങ്ങൾ എന്റെ കൂടെ പോരുകയാണ്, എന്നെ സഹവസിക്കുകയാണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഞാൻ ചെയ്യുന്ന ഒരു കാര്യത്തിനും ചോദിക്കാൻ പാടില്ല. നിങ്ങൾ അഥവാ അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ പിന്നെ ഞാനും നിങ്ങളും ഒരേ റൂട്ടിൽ പോകുന്നവരാവുകയില്ല. എന്റെ വഴി വേറെയായിരിക്കും, നിങ്ങളുടെ വഴി വേറെയായിരിക്കും. ഈ അടിസ്ഥാനത്തില് തന്റെ ബുദ്ധിയെ പൂർണ്ണമായി കീഴ്പ്പെടുത്തിക്കൊടുത്ത് തന്നെ പരിപാലിച്ച് വളർത്തിക്കൊണ്ടിരിക്കുന്ന തന്റെ മാർഗദർശിയായോ ഏതൊരു ഹാല് നമ്മൾ പകർത്താൻ ഉദ്ദേശിച്ചുകൊണ്ടിരിക്കുന്നു, അവർക്ക് എല്ലാ നിലയിലും സമർപ്പിതരായി നാം ജീവിക്കുന്നവരായി മാറണം. എങ്കിൽ മാത്രമേ ലക്ഷ്യത്തിലേക്ക് എത്താൻ നമുക്ക് സാധ്യമാവുകയുള്ളൂ എന്നാണ് പരിശുദ്ധ ഖുർആൻ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. बुजुर्गों, दोस्तों, जब हम अल्लाह वालों के साथ जब हम बैठे हैं हमारे हाल की इस्लाह के लिए, तो हमको सबसे पहले सवाल नहीं करना चाहिए. हमारे को जो समझ में आ रहा है हम सवाल कर रहे हैं, वो जिस रास्ते पर लेकर चल रहे हैं, अगर हम उस रास्ते पर चलते रहेंगे अल्लाह जरूर हम पर फजल फरमाएगा. फिर हम अपने अक्ल को कुर्बान करना जरूरी है, अक्ल को कुर्बान करना जरूरी है. हम अपने शेख के हाथ पर जब बिक गए हैं, उसकी सोहबत इख्तियार कर रहे हैं, हम अपने अक्ल को इस्तेमाल न करें, बल्कि हमारे शेख के अक्ल के मुताबिक अगर हम आगे बढ़ेंगे अल्लाह की मदद आएगी, अल्लाह हमसे राजी होगा. इसीलिए किसी शायर ने क्या खूब कहा, अक्ल कुर्बान कुन बपेशे मुस्तफा. अगर तू कुछ को पाना है कुछ, तो अपने अक्ल को मुस्तफा मुहम्मदुर रसूलुल्लाह सल्लल्लाहु अलैहि वसल्लम पे तो कुर्बान कर. अगर तू उनके अपने अक्ल को उनके ऊपर कुर्बान जब करेगा अल्लाह तुझे कामयाबी अता फरमाएगा. और उसके बाद हमको उनके कामिल सुपुर्द होना जरूरी है. जिस तरह अल्लाह वालों ने हमें बतलाया, जिस तरह मैयत गस्साल के हाथ में सुपुर्द होती है, अगर हम उस तरह सुपुर्द हो जाएंगे इंशाअल्लाह अल्लाह हमारे हाल को भी औलिया अल्लाह के हाल की तरह बनाएगा. हाल बनाना आसान है, हाल तो कोई भी बना सकता है. मेरे वालिद इरशाद फरमाते थे, तू जो बात कर रहा है अगर वो तोते को अगर रटा दे तो तोता भी बोल सकता है. बोलने में फर्क नहीं है, हाल बनाने में तो आसानी है, लेकिन हाल पैदा करना है बड़ा मुश्किल है. अल्लाह ताला हाल वाला हम सबों को बनाए. ബഹുമാനികളെ, ഹാലുള്ളവരായി മാറണമെന്നുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ അഹ്ലുകാരായ മഹാന്മാര് അവരോട് നാം സഹവസിക്കണം. നാം അവരുടെ കൽപ്പന ഏതോ ആ കൽപ്പനക്ക് പൂർണ്ണമായി നമ്മൾ വിധേയരായി മാറണം. അവരെന്ത് കൽപ്പിക്കുന്നു അതൊക്കെ ചെയ്യാൻ നമ്മൾ തയ്യാറാകണം. അതല്ലാതെ നമുക്ക് തോന്നിയ വഴിയിലൂടെ നമ്മൾ നടക്കും എന്ന് പറഞ്ഞാൽ ഒരിക്കലും അവരുടെ ഹാല് പോലെ നമ്മുടെ ഹാലാക്കാൻ സാധിക്കുകയില്ല. അവരെന്ത് കൽപ്പിക്കുന്നു ആ കൽപ്പന അക്ഷരം പ്രതി അനുസരിച്ചുകൊണ്ട് നാം മുന്നേറുന്നവരാകണം.
അവർ എന്താണോ പറയുന്നത്, എന്താണോ ചെയ്യുന്നതെങ്കിൽ ആ കാര്യത്തിൽ നമ്മുടെ ബുദ്ധിയെ ഏറ്റുമുട്ടിച്ച് നോക്കാതെ നമ്മുടെ ബുദ്ധിയെ പൂർണ്ണമായി ബലിയർപ്പിച്ചുകൊണ്ട് അവരുടെ ബുദ്ധി ഏതോ ആ ബുദ്ധിക്കനുസരിച്ച് നീങ്ങാൻ നമ്മൾ തയ്യാറാവുകയാണ് വേണ്ടത്. എങ്കിൽ മാത്രമേ നമ്മുടെ ബുദ്ധി പുരോഗമിക്കുകയും അവരുടെ ഹാല് പോലെ നമ്മുടെ ഹാലായി മാറുകയും ചെയ്യുകയുള്ളൂ. അതുകൊണ്ടാണ് ഒരു കവി മഹാനവറുകൾ പറഞ്ഞിട്ടുണ്ട്, മുസ്തഫ, നിങ്ങൾക്ക് എന്തെങ്കിലും ആയി മാറണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബുദ്ധിയെ നിങ്ങൾ ബഹുമാനപ്പെട്ട മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുമ്പിൽ ബലിയർപ്പിച്ചവരായി മാറണം. നിങ്ങളുടെ ബുദ്ധിയെ പൂർണ്ണമായി ബലിയർപ്പിച്ച് അള്ളാഹുവിന്റെ റസൂലിന്റെ ബുദ്ധി ഏതോ ആ ബുദ്ധിക്കനുസരിച്ച് നീങ്ങാൻ നിങ്ങൾ തയ്യാറാകണം. നമ്മുടെ ബുദ്ധിക്കനുസരിച്ച് നാം നീങ്ങുന്നവരായി മാറരുത്. ഒരു കാര്യത്തെ കുറിച്ച് നാം ചോദിക്കുന്നവരോ അന്വേഷിക്കുന്നവരായി മാറരുത്. എന്ന് പറഞ്ഞാൽ ഒന്നും ചോദിക്കരുത് എന്നല്ല പറയുന്നത്. എല്ലാ കാര്യത്തിലും ആക്ഷേപിച്ച് ഇതെന്തിനാണ് എന്ന് അന്വേഷിക്കാതെ അവർ നടക്കുന്ന മാർഗമേതോ ആ വഴിയിലൂടെ നമ്മളും നടക്കാൻ തയ്യാറാവുക. അവർ പ്രവർത്തിക്കുന്ന കാര്യങ്ങൾ അതുപോലെ നമ്മളും പ്രവർത്തിക്കാൻ തയ്യാറാവുക. എന്നാൽ പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഹാല് നമ്മളെ ഉള്ളിലേക്ക് അല്ലാഹു തആല പകർത്തിത്തരും. എന്ന് മാത്രമല്ല, നമ്മളെ ബുദ്ധിയെ ബലിയർപ്പിച്ചുകൊണ്ട് നമ്മൾ പൂർണ്ണമായി അവർക്ക് സമർപ്പിതരായി മാറുകയാണ് വേണ്ടത്. മഹാന്മാരെ രേഖപ്പെടുത്തി എപ്രകാരം ഒരു മയ്യത്ത് തന്നെ കുളിപ്പിക്കുന്നവന് സമർപ്പിതനാകുന്നു എന്നതുപോലെ തന്റെ വഴികാട്ടിയായ ശേഖന് താൻ സമർപ്പിതനായെങ്കിൽ മാത്രമേ ഈ വഴിയിൽ നിന്ന് വിജയിച്ചവരായി മാറുകയുള്ളൂ എന്ന് അല്ലാഹു ബഹുകാരെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ വിധത്തിൽ നാം നമ്മുടെ ബുദ്ധിയെ ഉപയോഗിക്കാതെ നമ്മുടെ ചിന്തയെ മാറ്റി നിർത്തി അവരുടെ ചിന്തയ്ക്ക് വിധേയരായി അവരുടെ കൽപ്പനയ്ക്ക് ഭാതൃഭൂതരായി പൂർണ്ണാർത്ഥത്തിൽ അവർക്ക് സമർപ്പിതരായി നാം മുന്നേറുകയാണ് എന്നുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല ക്രമേണ അവരുടെ ആ ഹാലേതോ ആ ഹാല് നമ്മിലേക്കും പകർത്തിത്തരുന്നതാണ്. മറ്റൊരാളുടെ കാല് പകർത്തുക എന്നുള്ളത് അത്രയും ബുദ്ധിമുട്ടുള്ള കാര്യമല്ല, അത് എളുപ്പമായ കാര്യമാണ്. എന്നാൽ ഒരാളുടെ ഹാല് തന്റെ ഹാലാക്കി മാറ്റുക എന്നുള്ളത് അത്രയും എളുപ്പമായ ഒന്നല്ല. കാല് സംസാരം പകർത്തുക എന്നുള്ളത് എന്റെ ശൈഖ് പറയുമായിരുന്നു. അഥവാ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ അഥവാ ഒരു തത്വത്തിൽ നിങ്ങൾ പലവട്ടം ആവർത്തിച്ച് പറഞ്ഞു കൊടുത്താൽ നിങ്ങൾ പറയുന്നത് പോലെ ആ തത്വയിൽ പറയാൻ തുടങ്ങും. ഇത് കാലാണ്. ഈ കാല് പകർത്തൽ അത്രയും വലിയ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമല്ല, ഒരു തത്വവും കഴിയുന്ന കാര്യമാണ്. എന്നാൽ അല്ലാഹുവിന്റെ ഔലിയാക്കളായ മഹാന്മാരുടെ ഉള്ളിലുള്ള അവരുടെ ഹാലേതോ ആ ഹാല് പകർത്തപ്പെടുക എന്നുള്ളത് അത്രയും എളുപ്പമായ ഒന്നല്ല. അത് അധ്വാനത്തിലൂടെ പരിശ്രമത്തിലൂടെ മാത്രം നേടിയെടുക്കേണ്ട ഒരു ഗുണമാണ് എന്ന് നാം മനസ്സിലാക്കണം. बुजुर्गों और दोस्तों, ये अपनी सोहबतों में बिठाकर अल्लाह का जो कामिल मंशा है, वो कामिल मंशा को हमारे जिंदगियों में लाने की वो कोशिश करते हैं। अल्लाह का जो मंशा है वो अल्लाह के मंशा के मुताबिक हमको आगे लेकर चलने की वो कोशिश करते हैं। हमारे हर तायुन को अल्लाह के मंशा में वो ढालने की वो कोशिश करते हैं। आज हमको ये तक नहीं मालूम आज अल्लाह ताला ये दीन किस पर उतारा है, इंसानों पर अल्लाह उतारा है या नहीं उतारा है। ये इंसान पर जब अल्लाह उतारा है तो आज हम क्या कहते हैं, जिस्म मेरा, इंसान का जिस्म, इंसान का खल्क, इंसान की रूह, इंसान का सिर। अच्छा जरा हम और से सुनने की हम कोशिश करें। आज हम क्या कहते हैं, हम ये कहते हैं इंसान का जिस्म, इंसान का खल्क, इंसान की रूह, इंसान का सिर। मेरे दादा इरशाद फरमाते थे, मेरे शेख आका नूरुल मशाइख ये इरशाद फरमाते थे, अरे जब इंसान का जब जिस्म, इंसान की जब खल्क, इंसान का रूह, इंसान का जब सिर तू कह रहा है तो इसमें इजाफत है, गैरियत है। तो तू बता, तू जिस्म तेरा जो है, तू जिस्म है या तू खल्क है या तो तू रूह है या सिर है, या तो जिस्म अलग, खल्क अलग, रूह अलग, सिर अलग और तू अलग। आखिर क्या है ये? जब तू अलग है तो फिर दीन किस पर उतरा है? अगर हम ये समझने को अगर बैठेंगे तो अल्लाह हमको समझने की तौफीक अता फरमाए। आज हम क्या कहते हैं, आज हमको इजाफत कैसी है, गैरियत कैसा है हमको नहीं मालूम। हम क्या कहते हैं, मेरा जिस्म, मेरा रूह, खल्क, मेरी रूह, मेरा सिर। जब आप मेरा कह रहे हैं, जब इंसान का कह रहे हैं, तो जिस्म इंसान है या खल्क इंसान है या रूह इंसान है या सिर इंसान है? हम इसको जरा सोचना और फिक्र करना। जब इंसान ये है तो
क्या इस पर अल्लाह दीन को उतारा है या तुम पर अल्लाह दीन को उतारा है, ये भी सोचने की हम कोशिश करें। ബഹുമാനികളെ, ഈ അള്ളാഹുവിന്റെ ഔലിയാക്കളായ മഹാന്മാര് നാം അവരോട് സഹവസിക്കുമ്പോൾ പൂർണ്ണാർത്ഥത്തില് അള്ളാഹുവിന്റെ ദീന്, അള്ളാഹുവിന്റെ താല്പര്യം നമ്മിൽ നടപ്പിലാക്കാനാണ് അവർ പരിശ്രമിക്കുക. നമ്മുടെ ഏതെല്ലാം തഅയ്യുനുകളുണ്ടോ ആ തഅയ്യുനുകളിലൊക്കെ അള്ളാഹുവിന്റെ താല്പര്യത്തെ നടപ്പിലാക്കി തരുകയാണ് അള്ളാഹുവിന്റെ അഹിതകാരായ മഹാന്മാര് ചെയ്യുക. നാം മനസ്സിലാക്കണം, ഇന്ന് നമുക്ക് നാം ആരാണ്, നമ്മുടെ തഅയ്യുനുകൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യത്തിനെ കുറിച്ച് തന്നെ ശരിയായ ഒരു ധാരണയോ വിവരമോ ഇല്ലാത്ത അവസ്ഥയിലാണ് നമ്മളൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ദീന് നിർബന്ധമാക്കിയിരിക്കുന്നത് മനുഷ്യന്റെ മേലാണ്. ഈ മനുഷ്യന്റെ തഅയ്യുനുകളാണ് മനുഷ്യന്റെ ശരീരം, മനുഷ്യന്റെ ഹൃദയം, മനുഷ്യന്റെ റൂഹ്, ആത്മാവ്, മനുഷ്യന്റെ സിർറ്, ഇങ്ങനെ 4 വിധത്തിൽ തഅയ്യുനുകൾ ഈ മനുഷ്യനുമായി ബന്ധപ്പെടുന്നു. ഈ പറയുന്ന കാര്യം എന്താണ് എന്ന് നമ്മൾ നന്നായി ആലോചിക്കേണ്ടതാണ്. നമ്മൾ പറയുന്ന വാക്കുകളിലേക്ക് നമ്മൾ ആലോചിച്ച് പറയുന്നവരായി മാറേണ്ടതാണ്. നമ്മൾ പറയുന്നു മനുഷ്യന്റെ ശരീരം, മനുഷ്യന്റെ കൽബ്, മനുഷ്യന്റെ റൂഹ്, മനുഷ്യന്റെ സിർറ്. ഇങ്ങനെ പറയുമ്പോൾ മനുഷ്യനും ഈ ശരീരവും തമ്മിൽ ഇളാഫത്താണുള്ളത്. ഇളാഫത്തിൽ ഒന്നും രണ്ടും ഒന്നാവുക, രണ്ടും വ്യത്യസ്തമാണ്, ഗൈരിയത്താണ് ഉണ്ടാവുക. എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ശരീരം എന്ന് പറഞ്ഞാൽ ശരീരം വേറെയാണ്, മനുഷ്യൻ വേറെയാണ്. മനുഷ്യന്റെ കൽബ് എന്ന് പറയുമ്പോൾ മനുഷ്യൻ വേറെയാണ്, കൽബ് വേറെയാണ്. മനുഷ്യന്റെ റൂഹ് എന്ന് പറയുമ്പോൾ മനുഷ്യൻ വേറെയാണ്, റൂഹ് വേറെയാണ്. മനുഷ്യന്റെ സിർറ് എന്ന് പറയുമ്പോൾ മനുഷ്യൻ വേറെയാണ്, സിർറ് വേറെയാണ്. ശരീരം, കൽബ്, റൂഹ്, സിർറ് ഇതൊക്കെ മനുഷ്യൻ വേറെയാണ് എന്ന് പറയുമ്പോൾ ഈ മനുഷ്യൻ എന്ന് പറയുന്നത് ആരെ പറ്റിയാണ്? പിന്നെ ഈ തഅയ്യുൻ ഏതാണ്? അള്ളാഹുവിന്റെ കൽപ്പന നടപ്പിലാകേണ്ടത് ഈ മനുഷ്യനാണോ അതോ ഈ തഅയ്യുനുകളിലാണോ? ഇതൊക്കെ നാം ആലോചിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുക എന്നുള്ളത് നമ്മുടെ മേൽ അത്യാവശ്യമായ കാര്യമാണ്. बुजुर्गों और दोस्तों, बहरहाल अल्लाह दीन को हम पर उतारा। ये दीन को कैसा हम जिस्म से जारी करें, खल्क से कैसे, रूह से कैसे, अल्लाह के मंशा को सिर से कैसे हम जारी करें, ये अपनी सोहबतों में बिठा कर ये अल्लाह वाले बतलाते हैं, हमको तरबियत देते हैं, हमारी इस्लाह करते हैं, हमारे अहवाल की इस्लाह फरमाते हैं। आज हम इतने कैफियत हमारे अंदर पैदा हो गई है। आज हम क्या सोच रहे हैं, अरे जिस्म से इतनी मैं मेहनत कर रहा हूं दीन पर कि खल्क से तो बहुत दूर की बात, जिस्म से मैं इसी मेहनत कर रहा हूं और इसी में इतने दुश्वारियां मेरे को पैदा हो रहे हैं कि खल्क से तो मैं कर ही नहीं सकता। यही जिस्म से करते करते मैं थक जा रहा हूं, मेरा वक्त खत्म हो रहा है, खल्क से अल्लाह के कैसा मंशा को जारी करूं। इसकी मिसाल अल्लाह वाले हमको बयान करते हैं। तू गाड़ी बना रहा है, अच्छा कलर दिया, अच्छा रूप दिया, अच्छा खूबसूरत तो बनाया है, टायर वगैरह सब तो लगाया है, लेकिन इंजन नहीं है तो वो मंजिल पे जो पहुंचना है तो तुझे ढकेल कर पहुंचना पड़ेगा, ढकलते 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 मंजिल तक पहुंचना पड़ेगा। वहीं अगर तू अगर इंजन को अगर उसमें फिट कर देगा, तुझे फिर मेहनत की जरूरत नहीं है, तू कम मेहनत में अपने मंजिल तक पहुंच सकता है। उसी तरह आज बगैर इंजन की हमारी गाड़ी चल रही है, इसीलिए हमको तकलीफ महसूस हो रही है, इसीलिए हमको एक थकावट महसूस हो रही है। अगर ये इंजन अगर हमारे अंदर लग जाएगा तो हमको तकलीफ महसूस नहीं होगी, बल्कि जो भी हम मेहनत करेंगे हमको ख्वाहिश पैदा होगी, जिस वजह से हम करने वाले बनेंगे और एक कैफियत, एक मजा हमारे अंदर पैदा होगा और मंजिल मकसूद तक अल्लाह हमें पहुंचाएगा। മനുഷ്യൻ അവന്റെ ശരീരം, ഈ പറയുമ്പോൾ ഈ മനുഷ്യനാണ് ശരീരം ഏത് എന്ന് നമ്മൾ ചോദിക്കുന്ന ചോദ്യമല്ല. എന്റെ ബഹുമാനപ്പെട്ട ഉപ്പാപ്പ ശൈഖുന ബഹുമാനപ്പെട്ട നൂറുൽ മശായിഖ് ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ഈ ചോദ്യം കൊല്ലങ്ങൾ മുമ്പ് ജനങ്ങളുടെ മുന്നിൽ ഉന്നയിച്ച ഒരു ചോദ്യമാണ്. നാം ഇത് മനസ്സിലാക്കാനും അറിയാനും ആദ്യം തയ്യാറാകണം. ശരീരമാണോ, കൽബാണോ, റൂഹാണോ, സിറാണോ, ഏതാണ് മനുഷ്യൻ? ഇതൊക്കെ മനുഷ്യനിൽ നിന്ന് വേറെയാണെന്ന് പറയുമ്പോൾ പിന്നെ മനുഷ്യനാണ്. ചുരുക്കി പറഞ്ഞാൽ നമ്മൾക്ക് ശരീരമുണ്ട്, കൽബുണ്ട്, റൂഹുണ്ട്, സിറുണ്ട്. അല്ലാഹുവിന്റെ അഹിതകാരായ മഹാന്മാര്
അവര് ഇതിലുള്ള ഏതെങ്കിലും ഒന്നിനെ മാത്രം ദീനടിസ്ഥാനത്തിലാക്കി മാറ്റാനല്ല പരിശ്രമിക്കുക. അവർ നമ്മുടെ ശരീരത്തെയും അല്ലാഹുവിന്റെ തൃപ്തിക്കും അല്ലാഹുവിന്റെ താല്പര്യങ്ങൾക്കും കീഴിലാക്കാൻ പരിശ്രമിക്കുന്നു, അധ്വാനിക്കുന്നു. നമ്മുടെ കൽപ്പനയും അല്ലാഹുവിന്റെ താല്പര്യത്തിനും അവരുടെ കൽപ്പനയ്ക്ക് കീഴിലാക്കാൻ അവർ പരിശീലിപ്പിക്കുന്നു. നമ്മുടെ റൂഹിനെയും നമ്മുടെ സിർറിനെയും അല്ലാഹുവിന്റെ താല്പര്യത്തിനും മനുഷ്യത്തിനും അനുസരിച്ചുകൊണ്ട് വളർത്തിയെടുക്കുന്നതിന് ശ്രദ്ധ കൊടുക്കുന്നു, ആത്മകർമ്മങ്ങളെ വളർത്തി കൊണ്ടുപോകുന്നു. ഇങ്ങനെ നമ്മൾ 4 തായ്യങ്ങളെയും ശരീരത്തെയും കൽപ്പനയും റൂഹിനെയും സിർറിനെയും ഒക്കെ ദീനടിസ്ഥാനത്തിലാക്കി ജീവിക്കുന്ന ഒരവസ്ഥയാണ് അല്ലാഹു മഹ്ദികാരി നമുക്ക് സമ്മാനിച്ചത്. ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് പലപ്പോഴും തോന്നിപ്പോകും, എന്റെ ശരീരത്തെ തന്നെ ഇത്രയും കാലമായിക്കൊണ്ട് അല്ലാഹുവിന്റെ കൽപ്പനയ്ക്ക് കീഴിലാക്കാൻ എനിക്ക് സാധിച്ചിട്ടില്ല. എന്റെ ജീവിതം മുഴുവൻ അവസാനിച്ചു. ഇപ്പോഴും പൂർണ്ണമായ നിലയ്ക്ക് എന്റെ ശരീരത്തെ അല്ലാഹുവിന്റെ കൽപ്പനയ്ക്ക് കീഴിൽ അവന്റെ നിയമത്തിന് അടിസ്ഥാനത്തിലാക്കി മാറ്റാൻ സാധിക്കുന്നില്ല എങ്കിൽ പിന്നെ നിങ്ങൾ ഈ ശരീരത്തിന് മാത്രം പോരാ, കൽപ്പനയും അല്ലാഹുവിന്റെ താല്പര്യത്തിന് കീഴിലാക്കണം, റൂഹിനെയും അല്ലാഹുവിന്റെ കൽപ്പനയ്ക്ക് കീഴിലെടുക്കണം, സിർറും അല്ലാഹുവിന്റെ കൽപ്പനക്കാകണം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ നമ്മളെ കൊണ്ട് എങ്ങനെ ആയിക്കൂടാനാണ്? ഇതൊരിക്കലും നമ്മളെ കൊണ്ട് സാധിക്കുകയില്ല. ശരീരം തന്നെ പൂർത്തിയാകാത്ത ആളെ കൽബും റൂഹും സിർറൊക്കെ എങ്ങനെ ശരിയാക്കാനാണ് എന്നാണ് ഒരുപക്ഷെ നമുക്ക് തോന്നിപ്പോവുക. എന്നാൽ നമ്മൾ ഈ കാര്യത്തിന്റെ ശരിയായ വസ്തുത മനസ്സിലാക്കാത്തത് കൊണ്ട് അബദ്ധത്താൽ നമ്മൾ സംഭവിച്ചു പോകുന്ന ഒരു തെറ്റായ ധാരണയാണിത്. നാം എങ്ങനെയാണ് എന്തിനെയാണ് ശരിക്കും ശരിയാക്കേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നില്ല. നമ്മുടെ ശരീരത്തെയാണ് നമുക്ക് ശരിയാക്കിയെടുക്കാനുള്ളത്, നമ്മുടെ റൂഹിനെയും നമ്മുടെ സിർറിനെയും നമുക്ക് ശരിയാക്കിയെടുക്കാനുണ്ട്. അതിനൊക്കെ ആദ്യമായി നമ്മൾ അധ്വാനിക്കേണ്ടത് നമ്മുടെ കൽബിലാണ്. നമ്മുടെ കൽബിനെ നന്നാക്കുന്നതിനാണ് നമ്മൾ ആദ്യമായി ശ്രദ്ധ ചെലുത്തേണ്ടത്. ഈ കൽബ് അഥവാ ശരിയായി കഴിയുകയാണെങ്കിൽ, നമ്മുടെ ഉള്ളു നന്നാവുകയാണ് എന്നുണ്ടെങ്കിൽ ഒരു ബുദ്ധിമുട്ടും കൂടാതെ നമ്മുടെ ഈ പുറം ശരീരം ശരിയാകും. ഈ ശരീരത്തിന്റെ പ്രവർത്തനങ്ങളെ ശരിയാക്കൽ ബുദ്ധിമുട്ടാവുകയില്ല. ശരീരത്തിന്റെ മേൽ അല്ലാഹുവിന്റെ കൽപ്പനകൾ നടപ്പിലാക്കൽ നമുക്ക് ഭാരമാവുകയില്ല. അതിന്ന് ഭാരമായിട്ടുള്ളത് എന്തുകൊണ്ടാണ്? നമ്മൾ ശരീരത്തിന്റെ മേൽ മാത്രം ഈ കൽപ്പനകൾ നടപ്പിലാക്കാൻ ശ്രമിച്ചു. നമ്മൾ ഉള്ളിൽ ഹൃദയത്തിൽ അല്ലാഹുവിന്റെ താല്പര്യം എന്താണെന്നോ അവന്റെ അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കാനോ അത് ഉള്ളിൽ നടപ്പിലാക്കാനോ നമ്മൾ പരിശ്രമിക്കില്ല. എന്നാൽ അവിടെ നമ്മൾ ആദ്യമായി നടപ്പിലാക്കുകയാണ് എന്നുണ്ടെങ്കിൽ പിന്നെ ശരീരം കൊണ്ട് നമുക്ക് യാതൊരു അധ്വാനവും ഉണ്ടാവുകയില്ല. വളരെ ലളിതമായി എളുപ്പത്തിൽ ശാരീരികമായി അല്ലാഹുവിന്റെ കൽപ്പനകൾ പാലിക്കൽ നമുക്ക് എളുപ്പമായി മാറും. അതിന് ഉദാഹരണം പറയുകയാണെങ്കിൽ, നിങ്ങളുടെ പക്കൽ ഒരു കാറുണ്ട്. ആ കാറിന്റെ ബോഡി നിങ്ങൾ നല്ല സുന്ദരമായി വെച്ചു, നല്ല കളറടിച്ചു, നല്ല ചക്രം വെച്ചു, ലൈറ്റുകളൊക്കെ ഫിറ്റ് ചെയ്തു, പുറത്തുനിന്ന് നോക്കിയാൽ ഒരു കുഴപ്പവും അതിനില്ല. പക്ഷെ അതിന്റെ ഇഞ്ചൻ തകരാറിലാണ് എന്നുണ്ടെങ്കിൽ, ഇഞ്ചൻ ശരിക്ക് പ്രവർത്തിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ വണ്ടിയെ നിങ്ങൾക്ക് ഒരു സ്ഥാനത്തേക്ക് കൊണ്ടുപോകണമെങ്കിൽ എത്ര ഭാരത്തോടെ കൂടി തള്ളി നീക്കിക്കൊണ്ട് കൊണ്ടുപോകേണ്ടി വരും. കാരണം നമ്മൾ പുറം ചട്ട ചുരുക്കില്ലാത്തത് കൊണ്ടല്ല, കാറ് പുറമേ നിന്ന് കാണുന്നതിന് എന്തെങ്കിലും മോശമുണ്ടായത് കൊണ്ടല്ല, ഉള്ളു അതിൻ്റെ ശരിയാക്കിയിട്ടില്ല, അതിന് ഇഞ്ചൻ ശരിയാക്കിയിട്ടില്ല. നേരെ മറിച്ച് നമ്മൾ അതിന് ശരിയായ ഇഞ്ചൻ ഫിറ്റ് ചെയ്തു, ശരിയായ കേടുകളൊക്കെ അകറ്റി നമ്മളഥവാ അത് ഓടിപ്പോയാണെങ്കിൽ ഒരു പ്രയാസവും ഇല്ലാതെ നമ്മുടെ മന്ദിരിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും. എന്ന് മാത്രമല്ല, അത് ഓടിച്ചു പോകുന്നതിൽ നമുക്ക് എന്തമില്ലാത്ത രസവും ആനന്ദവും നമ്മൾ കണ്ടെത്തും. നമുക്കൊരിക്കലും പ്രത്യക്ഷമായ അതിന്റെ ബോഡി തള്ളേണ്ടതായോ ഉണ്ടേണ്ടതായോ ആവശ്യമുണ്ടാവുകയില്ല. ഒരു ഭാരവും കൂടാതെ മന്ദിരിലേക്ക് നമുക്ക് എത്താൻ കഴിയും. എന്തിന്റെ പേരിൽ? നാം അധ്വാനിച്ചു, നാം ശ്രദ്ധ ചെലുത്തി അതിന്റെ ഇഞ്ചന്റെ മേൽ. എന്നതുപോലെ തന്നെ ഈ ശരീരത്തിനപ്പുറമുള്ള അത് നിയന്ത്രിക്കുന്ന കൽപ്പിലേക്ക് നാം ശ്രദ്ധിക്കുന്നവരായി മാറിയാൽ നമ്മുടെ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരമായി മാറുന്നതാണ്. बुजुर्गों और दोस्तों, आज हमें गाड़ी लेते हैं, हमारी जब गाड़ी हम लेते हैं, खरीदते हैं, तो हमारी नजर बॉडी से ज्यादा इंजन पर हमारी नजर होती है। इंजन अच्छा है तो गाड़ी लेंगे, इंजन अगर खराब है तो गाड़ी नहीं। हम जब गाड़ी लेते हैं तो इतना हम देखते हैं कि उसका बातिन कैसा है, जाहिर से ज्यादा बातिन पर हमारी नजर रहती है। और अफसोस, हम जब अल्लाह के खुर्ब तक जब पहुंचना है, जो उसकी सवारी है, वो सवारी पर हमारी नजर नहीं। हम अपने जाहिर को अच्छा करने की कोशिश में लगे हुए हैं। बातिन इंजन खराब हुआ कोई मसला नहीं, कोई मसला नहीं। याद रखना, जब मौत आएगी न हम अल्लाह तक हम पहुंच सकेंगे, न दुनिया हमारे दिल से निकल सकेगी। हम खसारे में, अल्लाह हमारी हिफाजत फरमाए। बुजुर्गों, जिस तरह जाहिर में हम जिस तरह गाड़ी को हम देख रहे हैं कि मेरी मंजिल तक पहुंचने के लिए इसका बातिन कैसा है, उसी तरह ये जो रास्ता है
یہ جو سواری ہے اللہ تک پہنچانے کی، اگر ہم اس کے باطن پر بھی اگر ہماری توجہ رہے گی، انشاءاللہ اللہ ہم پر فضل فرمائے گا. ظاہر میں جو دشواریاں اللہ اپنے فضل سے عفو اور درگزر فرمائے گا. ബഹുമാനികളെ, നമുക്ക് യാത്ര ചെയ്യാൻ, ഒരു മൻസിലിലേക്ക് എത്താൻ ഒരു കാറോ ഒരു വാഹനമോ നമ്മൾ ഉപയോഗിക്കുന്നെങ്കിൽ, വാങ്ങുന്നെങ്കിൽ നമ്മളതിന്റെ പ്രത്യക്ഷ ബോഡിയേക്കാൾ കൂടുതൽ അതിനെ ശ്രദ്ധിക്കുന്നതിന്റെ ഇഞ്ചൻ എങ്ങനെയാണ് എന്നാണ്. ഇഞ്ചന്റെ ഗുണമേന്മ കണ്ടുകൊണ്ടും മനസ്സിലാക്കിക്കൊണ്ടുമാണ് വണ്ടി വില കൊടുത്തു വാങ്ങുന്നത് നമ്മള്. എങ്കിൽ മാത്രമേ ഉദ്ദേശ സ്ഥാനത്തേക്ക് നമുക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. ഈ പ്രപഞ്ച ലോകത്തൊരു സ്ഥാനത്തേക്ക് എത്താൻ നാം ഉപയോഗിക്കുന്ന ഈ വാഹനത്തിന്റെ ബാഹ്യത്തെക്കാൾ കൂടുതൽ അതിന്റെ ആന്തരീയത്തെ, അതിന്റെ പുറംചട്ടയേക്കാൾ കൂടുതൽ അതിന്റെ ഉള്ളിനെ നന്നാക്കാനും ശരിയാക്കാനുമാണ് നാം ശ്രമിക്കുന്നത് എങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്നു, എനിക്ക് അള്ളാഹുവിന്റെ സാമീപ്യത്തിലേക്ക് സഞ്ചരിക്കണം, അള്ളാഹുവിന്റെ കുറുബിലേക്ക് യാത്ര ചെയ്യണം. അള്ളാഹുവിന്റെ സാമീപ്യത്തിലേക്ക് യാത്ര ചെയ്യാൻ നമുക്ക് നൽകപ്പെട്ട ഈ വാഹനത്തിന്റെ പുറംപോടി നന്നാക്കൽ മാത്രം നമ്മൾ ജീവിതം കഴിച്ചു കൂട്ടുകയാണ്. അതിന്റെ ഇഞ്ചൻ, അതിന്റെ ഉള്ളെന്താണ്, അത് ശരിയാക്കാൻ നമ്മൾ തയ്യാറാകുന്നില്ല. ഒരു കുറഞ്ഞ ദൂരത്തേക്ക് യാത്ര ചെയ്യണം നമ്മൾ, ആ വാഹനത്തിന്റെ ഉള്ളാണ് കൂടുതൽ ശ്രദ്ധിക്കണമെങ്കിൽ എന്തുകൊണ്ട് അള്ളാഹുവിന്റെ സാമീപ്യത്തിലേക്ക് നമുക്ക് യാത്ര ചെയ്യാൻ അള്ളാഹു നൽകിയ ഈ വാഹനത്തിന്റെ ആന്തരിക തകരാറുകൾ ദൂരീകരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുന്നവരായി മാറിയില്ല. നമ്മളും ഈ പ്രത്യക്ഷ ബോഡിയേക്കാൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഇതിന്റെ ആന്തരികം ഉള്ളു ശരിയാക്കാനാണ്. അങ്ങനെ ഉള്ളു ശരിയാക്കിക്കൊണ്ട് നമ്മൾ യാത്ര ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് നമ്മുടെ ഉദ്ദേശ ലക്ഷ്യത്തേക്ക് നമ്മൾക്ക് എത്താൻ സാധിക്കും. അതല്ല, ഉള്ളു നമ്മൾ ശരിയാക്കി ഇല്ല എങ്കിൽ നമ്മൾ മരണത്തോടടുത്താൽ നമ്മൾ ഈ ദുനിയാവിന്റെ ഇച്ഛയിൽ നിന്ന് നമ്മൾ പുറത്തുപോയവരുമാവുകയില്ല, അള്ളാഹുവിന്റെ സാമീപ്യത്തിൽ നിന്ന് എത്തിയവരുമായി മാറുകയില്ല. ഈ ഇച്ഛയിൽ നിന്ന്, ഈ ശാരീരിക ദൂഷ്യങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടവരായി അള്ളാഹുവിന്റെ സാമീപ്യത്തിൽ എത്തപ്പെടാൻ പറ്റിയതായ ഒരു വാഹനമാക്കി ഇതിനെ മാറ്റണമെങ്കിൽ ഈ പ്രത്യക്ഷ ശരീരത്തോടുള്ള കൽപ്പനകളെ നടപ്പിലാക്കുന്നതിനോടൊപ്പം നമ്മുടെ ആന്തരികം, ഹൃദയത്തോട് ബന്ധപ്പെട്ട അള്ളാഹുവിന്റെ കൽപ്പനയുണ്ട്. അത് മനസ്സിലാക്കി, അതറിഞ്ഞ് അത് ശരിയാക്കിക്കൊണ്ട് നാം പോവുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് അള്ളാഹുവിന്റെ സാമീപ്യത്തിലേക്ക് എത്താൻ സാധ്യമാകുന്നതാണ്. बुजुर्गों, ये अपनी सोहबतों में बिठाकर हमारे हाल को जिस तरह सही कर रहे हैं, उसी तरह हमारे हाल की भी इस्लाह करते हैं, अपने हाल की तरह हमारे हाल को बनाते हैं. कैसे? दीन के जो शर्त है, जो जरूरतें हैं, वो जरूरतों को हमारे अंदर पैदा करवाते हैं, शराइत को पूरा करवाते हैं. क्या है जरूरत दीन की? क्या है शर्त दीन का? अकीदा. दीन की शर्त क्या है? इबादत, आदाब, मुआमलात, ताजीरात. ये शराइत है. ये शराइत कैसे? अकीदा हमारा मोहम्मदुर रसूलुल्लाह की तरह है. हमारे अदब, आदाब, मुआमलात, ताजीरात ये मोहम्मदुर रसूलुल्लाह की तरह, ये सहाबा की तरह. अल्लाह क्या इरशाद फरमा रहा है? लक़द कान लकुम फी रसूलिल्लाहि उस्वतुन हसना. बेहतरीन अगर नमूना है, उसवा है तो मोहम्मदुर रसूलुल्लाह. सरकार का अकीदा कैसा था, इबादत कैसे थे, मुआमलात कैसे थे, ताजीरात कैसे थे, ये हमारे अंदर ही अल्लाह वाले पैदा करवाते हैं. सरकार के अकीदे की तरह सहाबा अपने अकीदे को बनाए. सरकार के आदाब, इबादत, मुआमलात, ताजीरात की तरह सहाबा अपने को बनाए, ताबईन बनाए, अहलुल्लाह बनाए, औलिया अल्लाह बनाए. ये अपनी सोहबतों में बिठाकर हमारे अंदर भी ये कैफियत पैदा करते हैं. सबसे पहले अकीदा. आज हम अदब करते हैं, अदब हमारे हिसाब से करते हैं, लेकिन अदब कैसा मिनमान करना है हमें नहीं मालूम. किसका अदब करना है, कौन सा अदब करना है, किस अंदाज में करना है, अदब किसे कहते हैं नहीं मालूम. अकीदा तो बहुत दूर की बात. अदब किसे कहते हैं, अदब कैसे करते हैं हमें नहीं मालूम. आज अदब किसे कहते हैं, किसका करना है? अगर पूछा जाए हम क्या कहते हैं? बड़ों का अदब करना, बड़ों का अदब करना. हम पूछा जाए किसका अदब करे? उस्ताद का अदब करो, माँ का अदब करो, छोटों की शफकत करो, यही मामला है. लेकिन अदब हकीकत में किसका करना है? अल्लाह वालों ने हमें बतलाया. सबसे पहले सबसे बड़ा अगर अदब है तो अल्लाह से, मोहम्मदुर रसूलुल्लाह से अदब, औलिया अल्लाह से अदब, अहलुल्लाह से अदब. बुजुर्गों, अल्लाह से अदब कैसे, मोहम्मदुर रसूलुल्लाह से अदब कैसे, औलिया अल्लाह से अदब कैसे?
ये अदब को सीखो, समझो, इंशाअल्लाह हमारा हाल भी औलिया अल्लाह के हाल की तरह बन जाएगा। ബഹുമാനികളെ, ഈ അള്ളാഹുവിന്റെ ഔലിയാക്കളായ മഹാന്മാര് അവരുടെ സഹവാസത്തിലിരുത്തിക്കൊണ്ട് പരിശുദ്ധ ദീനിന്റെ ഏതെല്ലാം ഘടകങ്ങളുണ്ടോ, പരിശുദ്ധ ദീനി ഏതെല്ലാം കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നോ, ആ വസ്തുതകളെയൊക്കെ നമ്മുടെ ഈ തഅയ്യുനുകളിൽ അവർ നടപ്പിലാക്കി തരികയാണ് ചെയ്യുന്നത്. അത് നടപ്പിലാക്കാനാണ് അവരോട് സഹവസിച്ചുകൊണ്ട് നമ്മൾ മുന്നേറുന്നത്. അങ്ങനെയാണ് അവരുടെ ഹാല് നമുക്ക് ഹാലാക്കി മാറ്റാൻ നമുക്കുള്ളത്. അള്ളാഹുവിന്റെ താല്പര്യമായ പരിശുദ്ധ ദീന്, ഈ ദീന് ഏതൊക്കെ ഘടകങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് നമുക്കറിഞ്ഞുകൂടാ. ഈ പരിശുദ്ധ ദീനിന്റെ നിബന്ധനകൾ എന്തൊക്കെയാണ്, ശറായിത്തുകൾ എന്താണ്, ഏതൊക്കെ കാര്യങ്ങൾ നമ്മൾ പാലിച്ചെങ്കിലേ ശരിയായ ഒരു ദീനിന്റെ വക്താവായി മാറുകയുള്ളൂ. അതിൽ ഏറ്റവും മുൻപന്തിയിൽ ഒന്നാമതായി നമ്മൾ പാലിക്കേണ്ടത് എന്താണ്, ഈ കാര്യങ്ങളെ കുറിച്ചൊന്നും നമ്മൾ മനസ്സിലാക്കാൻ തയ്യാറല്ല. എന്നാൽ ആദ്യമായി നമ്മൾ മനസ്സിലാക്കണം അള്ളാഹുവിന്റെ വ്യവസ്ഥകളെ ഉൾക്കൊള്ളുന്ന ഘടകങ്ങൾ, അതിന്റെ ശറായിത്തുകൾ. 5 കാര്യങ്ങളാണ് അള്ളാഹുവിന്റെ അധികാരം നമുക്ക് മനസ്സിലാക്കി തരുന്നത്. ഒന്ന് അഖായിദ് ഇഅ്തിഖാദാത്ത്, രണ്ടാമത് ഇബാദാത്ത്, മൂന്നാമത് ആദാബ്, നാലാമത്തത് മുആമിലാത്ത്, അഞ്ചാമത്തത് തഅസീറാത്ത്. ഇങ്ങനെ 5 കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് പരിശുദ്ധ ദീൻ. അത് പൂർത്തീകരിക്കുന്നവർക്ക് മാത്രമേ ദീൻ പ്രാപിക്കാൻ സാധ്യമാവുകയുള്ളൂ. ഏറ്റവും ഒന്നാമത്തെ കാര്യം ഇഅ്തിഖാദാത്ത്, വിശ്വാസമാണ്, വിശ്വാസ കാര്യങ്ങളാണ്, അഖീദയാണ് ആദ്യമായി ശരിയാകേണ്ടത്. അതോടൊപ്പം ഇബാദത്തുകൾ ശരിയാകണം, അനുഷ്ഠാനങ്ങൾ ശരിയാകണം. പിന്നെ അതോടൊപ്പം ആദാബ്, മര്യാദകൾ ശരിയാകണം. മുആമിലാത്ത്, ഇടപാടുകൾ അല്ലാഹുവിന്റെയും റസൂലിന്റെയും താല്പര്യമനുസരിച്ചാകണം. തഅസീറാത്ത്, നമ്മൾ നടപ്പിലാക്കുന്ന ശിക്ഷാ നടപടികൾ അല്ലാഹുവിന്റെയും റസൂലിന്റെയും താല്പര്യത്തിലാകണം. എങ്ങനെയാണ് അല്ലാഹുവിന്റെ റസൂലിന്റെയും താല്പര്യം? അത് നമുക്ക് മനസ്സിലാക്കി തരാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർണ്ണമായ ഒരു മാതൃക നമുക്ക് നമ്മുടെ മുന്നിൽ സമർപ്പിച്ചു. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. നിശ്ചയമായും ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിങ്ങൾക്ക് പൂർണ്ണമായ ഒരു അതിന് നിങ്ങളുടെ അതിന് മാതൃകയില്ല, ഒരു ഉസ്വയില്ല നമ്മൾക്ക് നൽകിയിരിക്കുക. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. അല്ലാഹുവിന്റെ റസൂൽ ഏറ്റവും ഉദാത്തമായ മാതൃകയാണ് നിങ്ങൾക്ക്. ആ റസൂലുള്ളാഹിന്റെ ഇഅ്തിഖാദ് എങ്ങനെയായിരുന്നു, അവരുടെ അഖീദ എങ്ങനെയായിരുന്നു, അവിടുത്തെ ഇബാദത്തുകൾ എങ്ങനെയാണോ, അവിടുത്തെ ആദാബുകൾ എങ്ങനെയായിരുന്നു, അവർ സ്വീകരിച്ച മുആമിലാത്ത് എങ്ങനെയാണോ, അവിടുത്തെ തഅസീറാത്ത് എങ്ങനെയാണോ, ഇതുപോലെ നിങ്ങൾ നിങ്ങളുടെ ഇഅ്തിഖാദും ഇബാദത്തും മുആമിലയും ആദാബും തഅസീറാത്തുമാക്കി മാറ്റണം. ഇങ്ങനെയാണ് അല്ലാഹുവിന്റെ അധികാരം നമ്മളെ പരിശീലിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അല്ലാഹുവിന്റെ റസൂൽ ഏതൊരു ഇഅ്തിഖാദും ഏതൊരു ഇബാദത്തും ഏതൊരു ആദാബും ഏതെല്ലാം ദീനിന്റെ ഘടകങ്ങൾ ഉൾക്കൊണ്ടിരുന്നോ അതൊക്കെ അതുപോലെ ഉൾക്കൊണ്ടവരായിരുന്നു മഹാന്മാരായ സഹാബത്ത്. ആ സഹാബത്തിനോട് പിൻപറ്റിയതായ താബിഈങ്ങൾ അത് അവരിൽ നിന്ന് അതുപോലെ പകർത്തിയെടുത്തവരായിരുന്നു. അതുപോലെ പകർത്തിയെടുത്തവരാണ് അല്ലാഹുവിന്റെ അഹ്ലുകാര്, അല്ലാഹുവിന്റെ അഹ്ലുള്ള മശായിഖന്മാര്. അങ്ങനെ പരമ്പരാഗതമായി കൊണ്ട് ഈ എല്ലാ കാര്യങ്ങളും മാതൃകയായി ജീവിക്കുന്ന മാതൃകാ പുരുഷന്മാരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്ത് നിലനിർത്തിയിട്ടുണ്ട്. അവരെ മാതൃകയാക്കിക്കൊണ്ടാണ് നമ്മൾ ഈ ഇഅ്തിഖാദിനെയും ഇബാദത്തുകളെയും ആദാബുകളെയും ഒക്കെ ശരിയാക്കേണ്ടത്. ഏറ്റവും മുഖ്യമായ ഇഅ്തിഖാദ് ശരിയാവണം, ഇബാദത്ത് ശരിയാവണം, ആദാബുകൾ ശരിയാവണം. ആദാബ്, മര്യാദ എന്ന് പറയുമ്പോൾ എന്തിനാണ് മര്യാദ എന്ന് പറയുക എന്ന് പോലും നമ്മൾക്ക് അറിഞ്ഞുകൂടാ. അദബ് എന്ന് പറഞ്ഞാൽ അർത്ഥം നമ്മൾ മര്യാദ എന്ന് പറയും. മര്യാദ എന്ന് പറഞ്ഞാൽ എന്താണ്? എന്നാൽ ഇത് ഈ മര്യാദ ഈ പാലിക്കണം എന്ന് പറഞ്ഞാൽ ആരോട് മര്യാദ പാലിക്കണം? ഇതൊന്നും നമ്മൾക്ക് ശരിയായ വശത്തിലോ നമ്മൾ പരിചയപ്പെടുന്നവരോ അല്ല. നമ്മളെ മുമ്പിൽ ആരോട് മര്യാദ കാണിക്കണം? വലിയവരോട് മര്യാദ കാണിക്കണം, ഉമ്മാനോട് മര്യാദ കാണിക്കണം, വാപ്പാനോട് മര്യാദ കാണിക്കണം, ഉസ്താദിനോട് മര്യാദ കാണിക്കണം, കുട്ടികളോട് സ്നേഹത്തിൽ പെരുമാറണം. ഇങ്ങനെയുള്ള മര്യാദകളൊക്കെ അറിയുമെന്നല്ലാതെ മര്യാദ ഏറ്റവും ഒന്നാമതായി ഉണ്ടാകേണ്ടത് ആരോടാണ്? ആരോടാണ് നമ്മൾ അദബോടുകൂടി പെരുമാറേണ്ടത്? അദബിന്റെ അർത്ഥം എന്താണ്? ഒന്നാമതായി നമുക്ക് അദബ് പാലിക്കാനുള്ളത് അള്ളാഹുവിനോടാണ്. അള്ളാഹുവിനോട് നമ്മൾ പാലിക്കേണ്ട അദബ് എന്താണ്? അള്ളാഹുവിന്റെ റസൂലിനോടാണ് നമ്മൾ അദബ് പാലിക്കേണ്ടത്. അള്ളാഹുവിന്റെ റസൂലിനോട് പാലിക്കേണ്ട അദബ് എന്താണ്? അള്ളാഹുവിന്റെ അഹിതകാരായ അള്ളാഹുവിന്റെ ഔലിയാക്കളോടാണ് നമ്മൾ അദബ് പാലിക്കേണ്ടത്. അള്ളാഹു തആല മഹത്വം കൽപ്പിച്ച, അള്ളാഹു തആല ശ്രേഷ്ഠത കൽപ്പിച്ച മഹാന്മാർക്കാണ് നമ്മൾ അദബ് പാലിക്കേണ്ടത്. ആ അദബ് എന്താണ്? ഇങ്ങനെ അള്ളാഹുവിന്റെ അഹിതകാരായ ആളുകൾ അവർക്ക് പാലിക്കേണ്ട അദബ് എന്താണ്?
ഇങ്ങനെ ഈ അദബെന്താണെന്ന് പോലും നമ്മൾക്ക് അറിഞ്ഞുകൂടാ, അഖീദ നമുക്ക് അറിഞ്ഞുകൂടാ, ഇബാദത്ത് അറിഞ്ഞുകൂടാ, ആദാബുകൾ അറിഞ്ഞുകൂടാ, മുആമിലാത്ത് അറിഞ്ഞുകൂടാ. നമ്മൾ അള്ളാഹുവിന്റെ അഹ്ലുകാരായ മഹാന്മാരോട് സഹവസിക്കുന്നെങ്കിൽ അതിൽ ഏറ്റവും ഒന്നാമതായി മുഖ്യമായ കാര്യമേതോ അത് മനസ്സിലാക്കുകയും അത് പാലിക്കുകയും ചെയ്തെങ്കിൽ മാത്രമേ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് നേടിയെടുക്കാൻ സാധ്യമാവുകയുള്ളൂ. बुजुर्गों, हमारे अदब इस तरह, कैसे अदब करना है नहीं मालूम, आदाब के मेयार क्या है हमें नहीं मालूम, अल्लाह से अदब है तो वो कैसा अदब करना है नहीं मालूम, मेयार क्या है नहीं मालूम, मुहम्मदुर रसूलुल्लाह से अदब करना है, किस मेयार का करना है, क्या मेयार पे करना है हमें नहीं मालूम, हमारे माँ बाप का अदब करना है, क्या मेयार से करना है नहीं मालूम. अदब, बस अदब करो, यही मालूम है हमें. अल्लाह ताला हम सबों को नेक तौफीक अता फरमाए. बुजुर्गों, ये अदब की भी अगर इस्लाह होगी, हमारा अकीदा अगर दुरुस्त होगा तो हमारे आदाब भी मुहम्मदुर रसूलुल्लाह की तरह, सहाबा की तरह हो जाएंगे. सिर्फ इतना ही नहीं, हमारे इबादतें कैसी है, हमारे इबादतें भी मुहम्मदुर रसूलुल्लाह की तरह हो. हमारी इबादतों का क्या हाल है, ना इबादतों में ना खुशू है, ना खुजू है, ना हुजूर क़ल्ब है, न जुस्तजू है, न इबादतों में ज़ौक़ है, न शौक़ है, न लज्जत है, न वो सजदों में मज़ा है, न वो क़ियाम में एक कैफियत सुरूर है, न तस्बीह में हमको एक लज्जत है, कुछ नहीं है. बस हम नमाज अदा कर रहे हैं जबरन, ये सोच कर ये समझ कर नहीं पढ़ूंगा तो जहन्नम में जाना पड़ेगा. ऐसी इबादतें नहीं. अगर हमारा अकीदा दुरुस्त होता तो मुहम्मदुर रसूलुल्लाह की तरह, सहाबा की तरह, औलिया की तरह हमारे इबादतें होती. हमारे मामलात का अंदाजा देखो, हमारे मामलात किस कदर है. आज हम कुछ मामला करते हैं, मामलात अगर हमसे होते हैं, क्या हमारे मामलात मुहम्मदुर रसूलुल्लाह की तरह, क्या हमारे मामलात सहाबा की तरह है, क्या हमारी गुफ्तगू क्या रसूलुल्लाह की तरह है, क्या है हमारा. आज मामला कैसे करना हमें नहीं मालूम. आज नफ्स की गुलामी में आकर हम मामला कर रहे हैं. अल्लाह ताला हमारी हिफाजत फरमाए. ताज़ीरात, कुछ गुनाह हो गया, हम सजा देना है. कैसे सजा देंगे. इस्लामी ममलकत में बादशाह सजा देता है, काजी सजा देता है. यहां पर अगर सजा हमको पाना है कुछ गुनाह की, हम क्या सजा दे रहे हैं. क्या हो रहा है. ताज़ीरात, कुछ गुनाह हो रहा है तो कहां से ये ताज़ीरात जारी हो रहे हैं. सहाबा की जिंदगियों को, औलिया की जिंदगियों को देखो. काजी बादशाह तो सजा जब देते तो देते, वो अलग मामला है. लेकिन जब कोई सरजद होता कुछ मामला, तो सबसे पहले अपने नफ्स को सजा देते, खुद अपने नफ्स को सजा देते. आज कहां है. आज नफ्स किसे कहते हैं नहीं मालूम, कहां है नहीं मालूम. नफ्स मेरे में है, कैसा है हमको नहीं मालूम. सजा तो बहुत दूर की बात. ये मामला, ये कैफियतें क्यों हो रहे हैं. आज हम अपने अकीदे को मुहम्मदुर रसूलुल्लाह की तरह न बनाने की वजह से अल्लाह ताला सबसे पहले जो असल है, दीन का शर्त है, उसको पूरा करने की अल्लाह हमें तौफीक अता फरमाए. ബഹുമാനികളെ, ദീനിന്റെ ഏറ്റവും ഒന്നാമത്തെ ഘടകമായ, ഏറ്റവും ഒന്നാമത്തെ നിബന്ധനയായ അഖീദ, ഇഅ്തിഖാദാത്ത്, നമ്മുടെ വിശ്വാസങ്ങൾ, ഇത് ശരിയാക്കുന്ന കാര്യത്തിൽ നമ്മൾ അധ്വാനിക്കാനേ തയ്യാറായില്ല. അത് മാറ്റി നിർത്തിക്കൊണ്ടാണ് ഇബാദത്തുകളും ആദാബുകളും മുആമിലകളും തഅ്സീറാത്തുകളും ഒക്കെ ചെയ്യാൻ നമ്മൾ പുറപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അദബിന്റെ കാര്യം പറയുമ്പോൾ അദബ് എന്താണെന്ന് തന്നെ നമുക്ക് അറിഞ്ഞുകൂടാ, അദബിന്റെ അളവുകോൽ എന്താണെന്ന് അറിഞ്ഞുകൂടാ, അദബ് പാലിക്കേണ്ടത് ആരോടൊക്കെയാണ് നമുക്ക് അറിഞ്ഞുകൂടാ. അള്ളാഹുവിനോട് അദബ് പാലിക്കണമെന്ന് പറയുമ്പോൾ അള്ളാഹുവോട് അദബ് എന്താണ്, അതിന്റെ മിഴയാറ്, അതിന്റെ അളവുകോൽ എന്താണ്. റസൂലുള്ളാഹിനുള്ള അദബ്, അതിന്റെ മിഴയാറ്, അതിന്റെ അളവുകോൽ എന്താണ്. നമ്മുടെ മാതാപിതാക്കളെ അവിടെ അദബ് പാലിക്കണമെന്ന് പറയുമ്പോൾ അതിന്റെ വ്യവസ്ഥ എന്താണ്, അതിന്റെ മിഴയാറ് എന്താണ്. ഈ കാര്യങ്ങളെ കുറിച്ചൊന്നും നമ്മൾ വിവരമില്ല. അതൊന്നും പാലിക്കാതെ നമ്മുടെ ഇഷ്ടത്തിനുള്ള ഒരു ജീവിതം മാത്രം ഏതാനും 1-2 കാര്യങ്ങൾ ചെയ്തുകൊണ്ട് മുന്നേറുന്ന അവസ്ഥയിലാണ് നമ്മൾ. എന്തുകൊണ്ടാണ് ഈ രംഗത്ത് നമ്മൾ പരാജയപ്പെട്ടത്. ഈ ആദാബുകളെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാതെ വന്നത്. മഹാന്മാരായ സ്വഹാബത്ത് പാലിച്ചതായ അദബ് മര്യാദകൾ നമ്മൾ വായിക്കാനും പഠിക്കാനും നമുക്കറിയാം. പക്ഷെ അത് നമ്മൾ ജീവിതത്തിൽ നടപ്പിലാക്കാൻ നമുക്ക് എന്തുകൊണ്ട് കഴിഞ്ഞില്ല. കാരണം നമ്മൾ ഇതിന്റെ ഒന്നാമത്തെ ഘടകമായ ഇഅ്തിഖാദാത്ത്, വിശ്വാസങ്ങൾ എന്ന് പറഞ്ഞതിൽ നമ്മൾ അധ്വാനിക്കാൻ തയ്യാറായില്ല. അവിടെ പരാജയപ്പെട്ടതോടുകൂടി
ആദാബിന്റെ കാര്യത്തിൽ നമ്മൾ പരാജയപ്പെട്ടില്ലേ? എന്നതുപോലെ തന്നെ നമ്മൾ ഇബാദത്തുകൾ ചെയ്യുന്നു. ഇബാദത്തുകൾ നമ്മൾ നിർവഹിക്കുമ്പോൾ നമ്മുടെ ഇബാദത്തിന്റെ അവസ്ഥ എന്താണ്? നമുക്ക് ഇബാദത്ത് നിർവഹിക്കേണ്ടത് എങ്ങനെയാണ്? അല്ലാഹുവിന്റെ റസൂൽ ഇബാദത്ത് നിർവഹിച്ചതുപോലെ, മഹാന്മാരായ സ്വഹാബത്ത് നിർവഹിച്ചതുപോലെ അവരെ മാതൃകയാക്കിക്കൊണ്ടാണ് നമ്മൾക്ക് ഇബാദത്ത് നിർവഹിക്കാനുള്ളത്. പക്ഷെ നമ്മൾ ഇബാദത്ത് ചെയ്യുമ്പോൾ നമ്മളെ ഇബാദത്തിന് ഖുശൂഅോ, ഖുദൂഅോ, മനസാന്നിധ്യമോ, സന്തോഷമോ, ആനന്ദമോ, അള്ളാഹുമായുള്ള അടുപ്പമോ ഇതൊന്നും തന്നെ നമുക്ക് ലഭ്യമാകുന്നില്ല. നമ്മളൊരു ഭാരമായിക്കൊണ്ട് നിസ്കാരം അള്ളാന്റെ കൽപ്പനയാണ്, അത് നിർവഹിച്ചില്ല എങ്കിൽ അള്ളാഹു തആല നരകത്തിലുള്ളൂ, അത് രക്ഷപ്പെടാൻ നിസ്കരിച്ചേ നിർവാഹമുള്ളൂ എന്നൊരു ഭാരം എന്നോണം നിസ്കാരങ്ങൾ ഇബാദത്തുകൾ നിർവഹിക്കുന്നവരായി മാറിയത് എന്തിന്റെ പേരിലാണ്? നമ്മൾ ദീനിന്റെ ഒന്നാമത്തെ ശർത്തായ നിബന്ധനയായ ഈ ഇഅ്തിഖാദിന്റെ കാര്യത്തിൽ അധ്വാനിക്കാനോ പരിശ്രമിക്കാനോ നമ്മൾ തയ്യാറായി. എന്നതുപോലെ തന്നെ നമ്മൾ മുആമിലാത്ത്, നമ്മുടെ ഇടപാടുകൾ നമ്മൾ നഫ്സിന്റെ അടിമകളായിക്കൊണ്ട് നമുക്ക് തോന്നിയ വിധത്തിലുള്ള ഇടപാടുകളാണ് നമ്മൾ ചെയ്യുന്നത്. ആ കാര്യത്തിൽ അല്ലാഹുവിന്റെയും അവന്റെ റസൂലിന്റെയും നിർദ്ദേശം ഇങ്ങനെയായിരുന്നു. അല്ലാഹുവിന്റെ റസൂൽ നടത്തിയിരുന്ന മുആമിലാത്തുകൾ എങ്ങനെയായിരുന്നു? സഹാബത്ത് പരസ്പരം മുആമിലകൾ ചെയ്തിരുന്നെങ്കിൽ, ഏർപ്പാടുകൾ ചെയ്തിരുന്നെങ്കിൽ അവരുടെ രീതി എന്തായിരുന്നു? ഇതിനെക്കുറിച്ചൊന്നും നമ്മൾ അറിഞ്ഞുകൂടെ, നമ്മളത് വകവെക്കുന്നുമില്ല. നമ്മൾ ദീനിന്റെ വക്താക്കളായി മാറാൻ പരിശ്രമിക്കുകയും ചെയ്യുന്നു, അവിടെയും നമ്മൾ പരാജയപ്പെട്ടിരിക്കുകയാണ്. എന്നതുപോലെ തന്നെ ശിക്ഷാ നടപടികൾ, എന്തെങ്കിലും തെറ്റ് സംഭവിച്ചു പോയാൽ ആ തെറ്റിന് ശിക്ഷ നൽകുക എന്നുള്ളത്. പൊതുവെ ഒരു വ്യക്തി ശിക്ഷ നൽകിയാൽ, കുറ്റം ചെയ്താൽ ആ കുറ്റത്തിന് ശിക്ഷിക്കുക എന്നുള്ളത് ഇസ്ലാമിക ഭരണകൂടമാണെങ്കിൽ അവിടുത്തെ രാജാവിനും ഖാദിക്കും ഒക്കെ അധികാരപ്പെട്ട ഒരു കാര്യമാണ്. അല്ലാത്ത ആളുകൾക്ക് ശിക്ഷ ഒന്നും നടപ്പിലാക്കാൻ സാധ്യമാവുകയില്ല. എന്നാൽ അള്ളാഹുവിന്റെയും റസൂലിന്റെയും താല്പര്യത്തിന് എതിരായിക്കൊണ്ട് നമ്മുടെ നഫ്സ് നമ്മളെ പ്രേരിപ്പിക്കുകയും അങ്ങനെ പല തെറ്റിലേക്ക് നമ്മളെ വഹിക്കുകയും ചെയ്യുന്ന സമയത്ത് അള്ളാഹുവിന്റെ അഹ്ലുകാരായ മഹാന്മാരായ സ്വഹാബത്തിന്റെ ഒക്കെ ജീവിതം പരിശോധിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഖാദിയും രാജാവും ഒക്കെ നിർണയിക്കുന്ന ശിക്ഷ അതിന്റെ ഭാഗത്ത് അത് വരുന്ന സമയത്ത് അത് ഏറ്റെടുക്കുക തന്നെ ചെയ്യും. പക്ഷേ അതിന് മുമ്പ് തന്നെ തന്നിൽ നിന്ന് സംഭവിച്ചു പോയതായി തെറ്റിനെ തന്നിൽ നിന്ന് അകറ്റി നിർത്താൻ, ഇതുപോലുള്ള തെറ്റുകൾക്ക് തന്റെ നഫ്സ് തന്നെ ഇനിയും വഴിപ്പെടുത്താതിരിക്കാൻ, എന്തെങ്കിലും അങ്ങനെ സംഭവിക്കുമ്പോഴേക്ക്, അങ്ങനെ ചിന്ത വരുമ്പോഴേക്ക് തന്റെ നഫ്സിനെ സ്വയം ശിക്ഷിക്കാൻ നമ്മൾ തയ്യാറാകുമായിരുന്നു. ആ ശിക്ഷയുടെ പരിധി എത്രയാണ്, എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഇതൊന്നും തന്നെ നമുക്ക് അറിഞ്ഞുകൂടാ. ഈ വിഷയങ്ങളിലൊക്കെ ഇബാദത്തിലാകട്ടെ, ആദാബുകളിലാകട്ടെ, മുആമിലാത്തുകളിലാകട്ടെ, തഅ്സീറാത്തുകളിലാകട്ടെ, ഇവിടെയൊക്കെ പരാജയപ്പെട്ട അവസ്ഥയിലേക്ക് നമ്മൾ എത്തിയത് എന്തിന്റെ പേരിലാണ്? ദീനിന്റെ ഒന്നാമത്തെ നിബന്ധനയായ ഇഅ്തിഖാദാത്ത്, വിശ്വാസം, അള്ളാഹുവിനോടുള്ള ബന്ധം, റസൂലുള്ളാഹിനോട് നമുക്ക് ഉണ്ടാകേണ്ട ബന്ധം, ഈ ബന്ധം ശരിയാക്കാൻ ആവശ്യമായ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധ ചെലുത്തിയില്ല. അത് മാറ്റി നിർത്തിയപ്പോൾ ദീനിന്റെ മറ്റെല്ലാ നിബന്ധനകളും ഘടകങ്ങളും നഷ്ടപ്പെട്ട ഒരു ജീവിതം നയിക്കുന്നവരായി നമ്മൾ മാറിയിരിക്കുകയാണ്. बुजुर्गों, सबसे पहले अपने अकीदे को मुहम्मदुर रसूलुल्लाह के अकीदे की तरह बनाने की हम कोशिश करें। ये औलिया अल्लाह अपनी सोहबतों में बिठाकर हमारे अकीदे को रसूलुल्लाह के अकीदे की तरह बनाते हैं। अकीदा किसे कहते हैं? ताल्लुक, हमारे और रब के दरमियान जो ताल्लुक है, वो ताल्लुक को मजबूत करने का नाम अकीदा है। बुजुर्गों, अकीदा हमारे और रब के बीच में कैसा ताल्लुक है? आज हमको क्या ताल्लुक है उस रब से, अल्लाह से क्या ताल्लुक? आज हम अल्लाह को अपना मददगार समझ रहे हैं या नहीं समझ रहे हैं? अल्लाह को सिर्फ अल्लाह समझ रहे हैं या मेरी कफील और कारसाज है ये समझ रहे हैं? अल्लाह मेरी हर जरूरत को पूरा करने वाला है, ये यकीन है? क्या हमको यकीन है अल्लाह की जात पे? आज हमको अल्लाह इबादत उसकी करना है, अल्लाह की इबादत करना है। अल्लाह इबादत का लेने वाला है, इतना ही हमको मालूम। अल्लाह सजा देने वाला है, यह हमको मालूम। अल्लाह जहन्नम में डालने वाला है, यह हमें मालूम। लेकिन अल्लाह हमारी कैसी जरूरतों को पूरा करता है नहीं मालूम। अल्लाह के हमारे जिंदगी में कैसा ताल्लुक है और वो कहाँ है, मैं कहाँ हूँ, इसका एहसास नहीं। कैसा उससे मदद मांगी जाए, कैसा वो मेरी मदद कर रहा है, इसका हमको यकीन नहीं। ये ताल्लुक का नाम अकीदा है। कैसा अकीदा था मुहम्मदुर रसूलुल्लाह का? अकीदा हमको हमारा दुरुस्त नहीं। आज हमारे अंदर भी शैतान ये धोखा डाल के रखा है, इल्म हासिल कर लेने से अकीदा दुरुस्त हो जाता है। बुजुर्गों, इल्म तो सबको है, इल्म तो थ्योरी का क्या बोलते हैं, थियरी का नाम है।
थियरी से अकीदा मजबूत नहीं होगा। इल्म अपनी जगह है, इल्म के साथ साथ थियरी के साथ प्रैक्टिकल औलिया की सोहबत जरूरी है। बुजुर्गों, उनकी माहियत जरूरी है। उनकी माहियत में रहकर कलिमे का इल्म हासिल करो, वो थियरी कामयाब होगी, अल्लाह की रजा मिलेगी, अल्लाह का खुर मिलेगा। वरना सिर्फ कलिमे का इल्म हासिल करके हम ये धोखे में, मैं कलिमे का इल्म हासिल कर लिया, मेरा अकीदा दुरुस्त नहीं होगा। बुजुर्गों, अमली जामा नहीं पहना सकेंगे उसको। कब हम अपना अमली जामा पहना सकेंगे? कब वो कलिमे पर अमल कर सकेंगे? कब वो कलिमे में अल्लाह जो तकाजा बयान कर रहा है वो तकाजा कब पूरा होगा? जब औलिया की सोहबत होगी, जब शयूख की सोहबत अख्तियार करेंगे, तब अल्लाह फजल फरमाएगा। अकीदे को मजबूत करो। कैसा अकीदा है मोहम्मद रसूलुल्लाह का? बुजुर्गों, उम्महातुल मोमिनीन ये इरशाद फरमाती है, 7 दिन तक, सिर्फ नहीं, महीना महीना भर तक हमारे घर में चूल्हा नहीं सुलगता। एक महीना मोहम्मद रसूलुल्लाह के घर में चूल्हा नहीं सुलगता। कैसा खाते होगे? बुजुर्गों, खजूर खा रहे हैं, कभी कोई पड़ोसी अल्लाह के हुक्म से दावत दे रहा है, इंतजाम हो रहा है, एक महीना चूल्हा नहीं सुलग रहा है। वो 1 महीने के दरमियान जिब्राइल भी आ रहे हैं अलैहिस्सलातु वस्सलाम। क्या कह रहे हैं? अल्लाह के हबीब, अल्लाह कह रहा है अगर हुक्म दे दे तो उहद के पहाड़ को सोना बन के आपके पीछे फिराने के लिए तैयार है। आप क्या इरशाद करना? नहीं, अल्लाह जिस हाल में मुझे रखे आप मैं उसमें राजी हूं। ये तो रसूलुल्लाह का मामला है, हमको समझ में आएगा। वो नबी है, ऐसा अकीदा जरूरी है। सिर्फ नबी की हद तक ये अकीदा नहीं, सहाबा में भी अकीदा, सहाबा में भी अकीदा। ये अकीदा हमारा भी होना। जब ये अकीदा हमारा होगा, अल्लाह फजल फरमा। आज हमारा क्या हाल है? आज 1000 है जेब में, लाख है जेब में, तो इबादत में मजा है। आज जेब में कुछ नहीं है तो इबादत में लज्जत नहीं है। इतना अकीदे में फर्क आ गया। अल्लाह ताला हम सबों को नेक तौफीक अता फरमाए। ഏറ്റവും ഒന്നാമതായി നാം ശരിയാക്കേണ്ടത് നമ്മുടെ അഖീദയെ, വിശ്വാസങ്ങളെയാണ്. ആദ്യമായി അള്ളാഹുവിനോട് നമുക്കുള്ള വിശ്വാസം, അഖീദ ശരിയാക്കുകയാണ് വേണ്ടത്. അഖീദ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് താല്പര്യപ്പെടുന്നത് എന്താണ്? അള്ളാഹുവിനോടുള്ള ബന്ധം ശരിയാവുക എന്നുള്ളതാണ്. നമുക്കിന്ന് അള്ളാഹുമായി എന്ത് ബന്ധമാണുള്ളത്? ഏത് കാര്യത്തിനാണിന്ന് നമ്മൾക്ക് അള്ളാഹുവിനോട് ബന്ധമുള്ളത്? ആ ബന്ധം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഏത് കാര്യത്തിനാണ് പരിഹാരം ഉണ്ടാക്കുന്നത്? നമ്മൾ അള്ളാഹ് എന്ന് വിശ്വസിച്ചിട്ടുണ്ട്, പക്ഷെ അള്ളാഹു ആരാണ് എന്നുള്ള കാര്യങ്ങളൊന്നും നമ്മൾക്ക് വിശ്വാസമില്ല. അള്ളാഹ് എന്ന് വിശ്വസിച്ചിട്ടുണ്ട്. അള്ളാഹുവിനെ കൊണ്ട് അള്ളാഹു എന്ന മഅബൂദാണ്, എന്റെ ആരാധനകൾ സ്വീകരിക്കുന്നവനാണെന്ന് വിശ്വസിച്ചിട്ടുണ്ട്. പിന്നെ അള്ളാഹുവിനെ കൊണ്ട് വിശ്വാസം, അള്ളാഹു ശിക്ഷിക്കുന്നവരാണെന്ന് വിശ്വസിച്ചിട്ടുണ്ട്. അതല്ലാതെ അള്ളാഹുമായി നമുക്ക് ബന്ധമുണ്ടാക്കുന്ന ഒരു കാര്യത്തിലും നമ്മൾ വിശ്വാസം ഉണ്ടാക്കിയിട്ടില്ല. നമ്മളൊക്കെ മനസ്സിലാക്കിയവരെ അള്ളാഹു സഹായിക്കുന്നവനാണ് എന്ന്. ഈ അള്ളാഹു സഹായിക്കുന്നവനാണെന്ന് നമ്മൾക്കൊരു വിഷയം വരുമ്പോൾ ആ സഹായിക്കുന്ന അള്ളാഹുമായി ബന്ധം സ്ഥാപിച്ചുകൊണ്ട് സഹായം നേടാൻ നമ്മളെപ്പോഴും പരിശ്രമിച്ചിട്ടുണ്ട്. സഹായിക്കുന്നവനായ അള്ളാഹു ഉണ്ടായിരിക്കെ ആ അള്ളാഹുവിനുള്ള ബന്ധത്തിന്റെ പേരിൽ അവരിൽ നിന്ന് ആ സഹായം സ്വീകരിക്കാൻ എന്തുകൊണ്ട് നമുക്ക് സാധ്യമായി വന്നില്ല? അള്ളാഹു സുബ്ഹാനഹു വ തആല കാര്യകർത്താവാണ്, കഫീലാണ്. നമുക്ക് വേണ്ടതെന്തോ അതൊക്കെ നിർവഹിച്ചു തരുന്നവരാണ് അള്ളാഹു എന്ന് നമ്മൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ ആ കാര്യനിർവാഹകനായ അള്ളാഹുവിനോടുള്ള ബന്ധത്തിന്റെ പേരിൽ നമ്മുടെ കാര്യങ്ങളെ അള്ളാഹുവിനെ കൊണ്ട് നിർവഹിപ്പിച്ചുകൂടെ? ഇങ്ങനെയല്ലേ ബന്ധം നമ്മൾ നിലനിർത്തേണ്ടത്? അങ്ങനെയല്ലേ ബന്ധമുണ്ടാവുക? അള്ളാഹു നമ്മുടെ ആവശ്യ നിർവാഹകനാണെന്ന് നമ്മൾ വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ, ആവശ്യ നിർവാഹകനായ ഈ അള്ളാഹുവിനോട് നമ്മൾക്ക് ബന്ധമുണ്ടെങ്കിൽ, ആ ആവശ്യ നിർവാഹകനായ അള്ളാഹുവിനുള്ള ബന്ധത്തിന്റെ പേരിൽ നമ്മൾ കാര്യങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യേണ്ടിയിരുന്നു? പക്ഷേ ഇവരൊക്കെ നമ്മൾ പറച്ചിലിയെന്നല്ലാതെ അള്ളാഹുവിനോട് ഈ പറഞ്ഞ ഒരു കാര്യത്തിലും നമ്മൾക്ക് യാതൊരുവിധ ബന്ധവുമില്ല. നമുക്ക് ബന്ധമുള്ളതാണെങ്കിലോ സൃഷ്ടികളോട് മാത്രമാണ്. അവരോട് പെരുമാറാനും അവരിൽ നിന്ന് കരസ്ഥമാക്കാനും ഒക്കെ നമ്മൾക്കറിയാം. അള്ളാഹുമായി നമുക്ക് യാതൊരുവിധ ബന്ധവുമില്ല. എന്നാൽ അള്ളാഹുമായുള്ള ബന്ധമാണ് ഈ അള്ളാഹുവിന്റെ അയലുകാരി ഏറ്റവും ഒന്നാമതായി ശരിയാക്കി തരുന്നത്. അള്ളാഹുമായി ബന്ധമായി ആ അള്ളാഹുമായി ഇടപാട് നടത്തുന്നവരാക്കി നമ്മളെ മാറ്റുകയാണ് അവർ ചെയ്യുന്നത്. അള്ളാഹുമായി അവർ നമുക്ക് ബന്ധമുണ്ടാക്കി തരുന്നു. എന്നാൽ ഈ അള്ളാഹുമായുള്ള ഒരു ബന്ധം നമുക്ക് സ്ഥാപിതമാകണമെങ്കിൽ ആദ്യമായി ഈ ഭൗതിക ബന്ധങ്ങളെ മുറിച്ചു കളഞ്ഞ് പരിശുദ്ധ കലിമയെ അതിന്റെ അർത്ഥസഹിതം മനസ്സിലാക്കി ഹൃദയത്തിൽ ഉറപ്പിച്ചെങ്കിൽ മാത്രമേ
സൃഷ്ടികളിൽ മുറിഞ്ഞുകൊണ്ട് പൂർണ്ണാർത്ഥത്തിൽ അല്ലാഹുവുമായുള്ള ഒരു ബന്ധം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധ്യമാവുകയുള്ളൂ. ആ ലാ ഇലാഹ ഇല്ലല്ലാഹയെ അറിയാൻ തയ്യാറാകാതെ, മറ്റുള്ള വസ്തുക്കളുടെ ബന്ധം ഹൃദയത്തിൽ ഛേദിച്ചു കളയാതെ അല്ലാഹുവുമായുള്ള ബന്ധമുണ്ടാക്കാനോ ആ ബന്ധത്തിന്റെ പേരിൽ കാര്യങ്ങൾ നിർവഹിക്കാനോ നമുക്ക് ഒരിക്കലും തന്നെ സാധ്യമാവുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഹാന്മാരായ സ്വഹാബത്തിന് ഈ ബന്ധമാണ് ഉണ്ടാക്കി കൊടുത്തത്. അല്ലാഹുവിന്റെ റസൂലും ഈ നിലയ്ക്ക് അല്ലാഹുവുമായുള്ള ബന്ധത്തെ നിലനിർത്തി കാണിച്ചുകൊണ്ടാണ് ജീവിതം നയിച്ചത്. ഉമ്മഹാത്തുൽ മുഅ്മിനീനായ മഹദികൾ പറയുന്നത് നമുക്ക് ഹദീസ് ബന്ധങ്ങളിൽ കാണാൻ കഴിയും. ഞങ്ങളുടെ വീടുകളിൽ ചിലപ്പോൾ 7 ദിവസം വരെ, മറ്റു ചിലപ്പോൾ 1 മാസം വരെ അടുപ്പ് കത്തുകയില്ല. ഇങ്ങനെയാണെങ്കിൽ പിന്നെ എങ്ങനെയാണ് വയറ് നിറച്ചിരുന്നത്? അതിനുള്ള മാർഗം എന്താണ്? വല്ലപ്പോഴും വല്ല ഈത്തപ്പഴവും കിട്ടിയാൽ അത് കഴിച്ചു, അല്ലെങ്കിൽ അല്ലാഹു തആലയുടെ കൽപ്പന പ്രകാരം അയൽവാസികളായ ആരെങ്കിലും എന്തെങ്കിലും കൊടുത്തയക്കുകയോ ദാവത്ത് ചെയ്യുകയോ ചെയ്യുമ്പോൾ അതുകൊണ്ട് ഭക്ഷണം കഴിച്ച് ജീവിക്കുന്ന ഒരവസ്ഥ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. എന്നാൽ ഇങ്ങനെ ജീവിതം നയിക്കുന്നതിന്റെ ഇടയിലും അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം റസൂലുള്ളാഹിന്റെ ഹദറത്തിലെ ആഗതരാകുന്നു. വന്നുകൊണ്ട് ചോദിക്കുകയാണ്, അല്ലാഹുവിന്റെ റസൂലേ, അല്ലാഹുവിന്റെ കൽപ്പനയാണ് അഥവാ അവരെന്ന് കൽപ്പിക്കുകയാണ് ഈ ഉഹദ് പർവ്വതം അഥവാ സ്വർണ്ണമായിക്കൊണ്ട് തങ്ങളുടെ കൂടെ നടക്കണമെന്ന് കൽപ്പിച്ചാൽ തങ്ങളെ ഇച്ഛിക്കുന്നതിനനുസരിച്ച്, ഇഷ്ടപ്പെടുന്നതിനനുസരിച്ച് എന്തും നിർവഹിക്കാൻ മതിയായ വിധം ഈ ഉഹദ് പർവ്വതം സ്വർണ്ണമായി തങ്ങളോടൊപ്പം നടക്കാൻ തയ്യാറാണെന്ന് പറയുമ്പോഴും എനിക്കത് വേണ്ട, അല്ലാഹു എന്നെ ഏത് അവസ്ഥയിലാണോ വെച്ചിട്ടുള്ളതെങ്കിൽ ആ അവസ്ഥയിൽ നിലകൊണ്ട് കാണിക്കാൻ ഞാൻ തയ്യാറാണ് എന്ന അല്ലാഹുമായുള്ള ബന്ധമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്ഥിരപ്പെടുത്തി കാണിച്ചു കൊടുത്തത്. നാം മനസ്സിലാക്കണം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തെന്ന് പറയുമ്പോൾ നമ്മൾ പറയും അത് അല്ലാഹുവിന്റെ റസൂലാണ്, അവരും അല്ലാഹുമായുള്ള ബന്ധം എങ്ങനെയാണ്, അവർക്കത് ചെയ്യൽ പ്രയാസമാവുകയില്ല. നമ്മൾ അങ്ങനെയല്ലല്ലോ. അല്ലാഹുവിന്റെ റസൂൽ ചെയ്തു, ആ ചെയ്തതിനെ മാതൃകയാക്കിക്കൊണ്ട് മഹാന്മാരായ സഹാബത്തിന്റെ ജീവിതം നമ്മൾ പരിശോധിച്ചാൽ ഇതേ അവസ്ഥയിൽ അല്ലാഹുമായുള്ള ബന്ധത്തിലായി മാത്രം ഉറച്ചു നിന്നുകൊണ്ട് മുന്നേറിയതായ മഹാന്മാരായ സഹാബത്തിനെയും ഓരോ സഹാബിയുടെ ജീവിതം പരിശോധിച്ചാലും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. बुजुर्गों, सरकार तो सरकार की सोहबत में बैठने वाले सहाबा, उनके अंदर भी ये कैफियत, ये अकीदा, कैसा अकीदा है? सईद बिन आमिर रजी अल्लाह तआला अन्हु, जो उमर फारूक रजी अल्लाह तआला अन्हु के दौर खिलाफत है, शाम का एक हिस्सा गवर्नर की जब जरूरत पड़ी तो उमर फारूक रजी अल्लाह तआला अन्हु आपको गवर्नर बना रहे हैं। आप तो पहले नहीं बने, लेकिन सरकार बात करने के बाद, बोलने के बाद, जबरदस्ती के बाद सईद बिन आमिर रजी अल्लाह तआला अन्हु गवर्नर बन गए। जब गवर्नर बन गए, कुछ अरसा गुजरा, इस्लाम में अल्लाह ताला फुतुहात अता फरमाए, माल गनीमत ज्यादा, अल्लाह के बंदों की खिदमत भी ज्यादा हो सकती थी। हजरत उमर फारूक रजी अल्लाह तआला अन्हु वहां के लोगों से पूछते हैं, तुम्हारे मकाम में जो जो भी मुस्तहक है नाम लिख कर दो, मैं उनको अल्लाह के हौल कुव्वत से ये बैतुल माल से मैं उनको माल जारी करूंगा, वजीफा जारी करूंगा, अल्लाह की राह में लुटाऊंगा। अब वहां के लोग रिसर्च करके कॉपी में, पेपर में नाम लिखते हैं। सबसे पहला नाम सईद बिन आमिर रजी अल्लाह तआला। हज़रत उमर फारूक रजी अल्लाह तआला अन्हु पूछते हैं, ये कौन है? सईद बिन आमिर कौन है? ताज्जुब से पूछते हैं। वो लोगों ने कहा, सरकार ये गवर्नर है। आप क्या इरशाद फरमाते हैं, गवर्नर तुम्हारा होकर गरीबों में, फुकरा में सबसे पहला नाम इसका, वजह क्या है? लोगों ने कहा, सरकार सबसे ज्यादा अगर वो बस्ती में अगर मुस्तहक है तो यही है, आप इनको दीजिए। सरकार क्या करते हैं, 1000 अशरफियां वो लोगों से भेजते हैं। जब वो लोग सामने रखे, पोटली खोलते हैं, जोर से चीख मारते हैं और ये कहते हैं, ला हौला वला कुव्वता इन्ना लिल्लाहि व इन्ना इलैहि राजिऊन। आपके बीवी ने पूछा, क्या वजह है, कुछ हो गया है? आप क्या इरशाद फरमाते हैं? बीवी कहती है कि अमीरुल मोमिनीन इस दुनिया से चले गए हैं क्या? आप क्या इरशाद फरमाते? उससे बड़ी मुसीबत हुई। क्या हुआ? इस्लाम के ऊपर कोई मसाइल खड़ा हुआ है, कोई तूफान आया है, क्या वजह है? अमीरुल मोमिनीन की शहादत से भी ज्यादा अगर मुसीबत है तो क्या वजह है?
آپ کیا ارشاد فرماتے ہیں؟ اسلام کے اوپر نہیں، اس سے بڑی بھی مصیبت یہ ہے کہ میرے گھر میں دنیا داخل ہو گئی، میرے گھر میں دنیا داخل ہو گئی۔ یہ ایمان ہی ہو سکتا ہے، ایمان ہی ہو سکتا ہے۔ اور کس کا ایمان ہے؟ محمد الرسول اللہ۔ کیسے ایمان ہے؟ میرے گھر میں دنیا داخل ہو، سب سے بڑی مصیبت۔ بیوی بھی کیا بیوی ہے، اللہ تعالیٰ وہ بیوی کا کچھ ایمان ہمارے بیویوں کو بھی عطا فرمائے، ہمارے گھروں میں بھی عطا فرمائے۔ کیا ارشاد فرماتی ہے؟ اتنا پریشان ہونے کی بات کیا ہے؟ جو مستحق ہے ان کو تقسیم کر دو۔ پوٹلیاں بناتے ہیں، سب کو تقسیم کر رہے ہیں، ہو گیا، قصہ ختم ہو گیا۔ پھر ایک وقت آیا، امیر المومنین رضی اللہ تعالیٰ عنہ وہ مقام میں موجود ہے، سرکار ارشاد فرماتے عمر فاروق لوگوں سے مخاطب ہوتے ہیں، تمہارے گورنر سے تم کو کوئی شکوہ ہے، کوئی کمپلینٹس ہے تو بولیے۔ لوگ کمپلینٹس گننا شروع کرتے ہیں۔ تو عمر فاروق رضی اللہ تعالیٰ عنہ کو بھی ایک تکلیف ہو گئی، بے چینی ہو گئی۔ یہ لوگ، میں اتنی محبت سے، اتنے ارمانوں سے، اتنے آرزو سے میں ان کو گورنر بنا، اور یہ لوگ ان کے کمپلینٹ بیان کر رہے ہیں۔ اب کمپلینٹ کیا ہے؟ لوگوں نے کیا کہا؟ ہمارا گورنر ایسا ہے، ہر دن آفس میں دیر سے آتا ہے۔ دوسری کمپلینٹ کیا ہے؟ ہر ہفتہ ایک دن بالکل ناغا ہوتا ہے۔ اور پھر تیسری کمپلینٹ کیا ہے؟ کیا ہے؟ اور یہ رات میں دن میں ڈیوٹی پر رہتے ہیں، رات میں اگر کسی کو ملنا ہو تو وہ نہیں ملتے ہیں۔ یہ بولنے کے بعد حضرت عمر فاروق رضی اللہ تعالیٰ عنہ گورنر سے سعید بن عامر رضی اللہ تعالیٰ عنہ سے پوچھتے ہیں، یہ کیا کمپلینٹ ہے بتلاؤ، تم ہر دن تاخیر سے کیوں آتے ہو؟ آپ کیا عرض کرتے ہیں؟ سرکار، اے امیر المومنین، میں نہیں بتانا چاہتا تھا کسی کو، لیکن آپ میرے امیر ہے، امیر المومنین ہیں، آپ پوچھ رہے ہیں اسی لیے میں بتلا رہا ہوں۔ گھر میں کوئی خادمہ نہیں ہے، میری بیوی تکلیف میں معذور ہے، میں صبح اٹھتا ہوں تو اس کی خدمت کرتا ہوں۔ گورنر ہے، خادمہ کوئی نہیں ہے، گورنر ہے، کیا کہہ رہے ہیں؟ میں صبح اٹھتا ہوں تو میں اپنی بیوی کی خدمت کرتا ہوں، روٹی ڈالتا ہوں، اس کا ہاتھ بڑھاتا ہوں، خدمت ختم ہوئے جب تک تاخیر ہو جاتی ہے، اسی لیے آفس میں دیر سے آتا ہوں۔ پھر آگے پھر سرکار ارشاد فرماتے ہیں، اچھا ہفتے میں ایک دن تم کیوں نہیں آتے؟ آپ کیا کہتے ہیں؟ سرکار، یہ بات میرے اور میرے رب کے درمیان ہے، لیکن میں آپ اگر پوچھ رہے ہیں تو میں یہ بھی بتلاتا ہوں۔ کیا ارشاد فرماتے ہیں؟ ہفتے میں ایک دن اسی لیے نہیں آتا ہوں کہ میرے لباس پر جو کپڑا ہے وہ ایک ہی ہے، اس کے علاوہ کوئی دوسرا نہیں ہے، یہ ایک ہی ہے، کون عام آدمی نہیں، یہ گورنر ہے، یہ ایک ہی لباس ہے، اس کے علاوہ اور کچھ نہیں۔ میں اپنی بیوی کو بھی دھونے نہیں دے سکتا، میں خود کو دھونا پڑتا ہے، یہ آہستہ ادب اور احترام سے دھونا پڑتا ہے، اگر کوئی گڑبڑ ہو جائے تو پھٹ سکتا ہے۔ اچھا سن لیے، تیسری جب کمپلینٹ جب ہے تو عمر فاروق رضی اللہ تعالیٰ عنہ بیان کرتے ہیں، تم ہر دن میں تو ملاقات ہوتی ہے، رات میں کیوں نہیں؟ پھر عرض کرتے ہیں، سرکار یہ میرا اور میرے رب کا معاملہ ہے، اللہ اور اس کا رسول جانتا ہے، اگر آپ پوچھ رہے ہیں تو میں یہ بھی بتلاتا ہوں، دن اللہ کے بندوں کے لیے رکھا اور رات میں اللہ کے لیے رکھا ہوں۔ رات بھر میں سجدے میں رہتا ہوں یا قیام میں رہتا ہوں، دن اللہ کے لیے اور رات اپنے رب کے لیے، دن بندوں کے لیے اور رات اپنے رب کے لیے رکھا ہوں۔ چوتھی جو تکلیف ہے، سرکار ارشاد فرماتے ہیں، تم غش کھا کے نیچے کیوں گر جاتے ہیں؟ آپ نے کہا، حضور یہ معاملہ ایسا ہے، جب میں کفر کی حالت میں تھا، صحابہ کو، سرکار دو عالم صلی اللہ علیہ وسلم کو میں دیکھتا تھا، جب کفر کی حالت میں تھا، ایک دفعہ یہ ہوا، حضرت خبیب رضی اللہ تعالیٰ عنہ جب ان کو کفار دشمن جب پکڑے، ان کو تکلیف دینا شروع کیے، میں وہاں پر موجود تھا، دیکھ رہا تھا۔ حضرت خبیب رضی اللہ تعالیٰ عنہ کو جب سولی پر چڑھایا گیا، دشمن ابو سفیان وغیرہ جو بھی دشمن تھے ان کے ساتھ ملا ہوا تھا،
جب تکلیف دینا شروع کیے تو جسم کا ایک ایک گوشت ایک ایک عضو کاٹتے تھے اور یہ کہتے تھے اے اللہ کے بندے، اے خبیب تم یہ کہہ دو اپنی زبان سے میری جگہ اگر محمد ہوتے تو کتنا بہتر ہوتا صلی اللہ علیہ وسلم۔ آپ کیا ارشاد فرماتے ہیں، رسول اللہ تو دور کی بات، اگر رسول کے جسم پر اگر کانٹا بھی چبھے خبیب اپنے گھر میں آرام سے یہ ہو نہیں سکتا، میں اپنی جان کو قربان کرنے کے لیے تیار ہوں لیکن کبھی یہ بولنے کے لیے تیار ہوں۔ بہرحال عضو کٹتا گیا، ایک ایک عضو کاٹتے گئے، آخری ایک وقت جب آیا تو مدینہ طیبہ کے طرف چہرہ پھیر کر الصلاۃ والسلام علیک یا رسول اللہ سلام کر کے ایسے خوشی سے اس دنیا سے جا رہے ہیں۔ وہ سولی پر چڑھنے سے پہلے حضرت خبیب رضی اللہ تعالیٰ عنہ دشمنوں سے کہتے ہیں میرے کو 2 رکعت نماز پڑھنے دو۔ آپ جب نماز پڑھے تو میں دیکھتا ہوں کہ ابھی تک میں اتنے نمازیں پڑھا ہوں لیکن ویسی نماز میں نہیں پڑھ سکا اور اتنا اطمینان مجھے نماز میں کوئی نظر نہیں آیا، ایسی نماز وہ پڑھے خبیب۔ جب نماز مکمل ہوئی آپ مخاطب ہو کے دشمنوں سے کیا کہتے ہیں، تم لوگ یہ سمجھ رہے ہوں گے کہ اگر میں نماز کو اور تاخیر کرا تو تم سے ڈر کے کر رہا ہوں، ایسا نہیں ہے، میں جو نماز پڑھ رہا ہوں تاکہ میں جلدی کیا، کیوں کیا تم لوگ یہ نہ سمجھے کہ یہ دشمن کے خوف سے یہ نماز کو تاخیر کر رہا ہے، میں تو نماز میں اتنا مجھے مزہ آتا ہے کہ نماز کو توڑنے میں مجھے مزہ نہیں آتا۔ یہ جب کیفیت میں دیکھا اب میرے اندر یہ خیال آتا ہے اللہ کل بروز محشر پوچھے تمہارے نظروں کے سامنے خبیب کو تکلیف دی جا رہی تھی اور تم کیا کر رہے تھے، یہ سوال اگر مجھ سے ہوا میں یہ سوچ کر میں بے ہوش ہو جاتا ہوں۔ یہ جب سنائے حضرت سعید بن عامر رضی اللہ تعالیٰ عنہ، حضرت عمر فاروق اور جتنے لوگ تھے سب رونا شروع کیے۔ بزرگوں یہ ایمان کیسے، یہ دولت کی بنیاد پر نہیں بلکہ صحبت کی بنیاد پر، محمد رسول اللہ۔ یہ ایمان ہمارے اندر بھی پیدا ہونا، جب یہ ایمان ہمارے اندر پیدا ہوگا خال اور حال ہمارے بن جائیں گے، انشاءاللہ اللہ ہم کو بھی اولیاء کی فہرست میں شامل فرمائے گا۔ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂലാണ്। ആ നിലയ്ക്ക് അവരുടെ ഈമാൻ എത്ര ഉന്നതമായിരിക്കും, അല്ലാഹുവിനുള്ള ബന്ധം അവിടെ എത്ര ശക്തമായിരിക്കും എന്നതിൽ ആർക്കും സംശയമില്ല। ആ ബന്ധത്തിന്റെ പേരിൽ അവർ ഏത് ത്യാഗവും സഹിക്കാൻ തയ്യാറാണ് എന്നതും നമുക്ക് മനസ്സിലാക്കാം। എന്നാൽ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ വിശ്വാസം, ആ ഇഅ്തിഖാദ്, ആ അഖീദ അവരുടെ സഹവാസത്തിൽ ഇരുന്നുകൊണ്ട് മഹാന്മാരായ സ്വഹാബത്തും അവരിലേക്ക് പകർന്നെടുത്തിരുന്നു। അതേ അവസ്ഥ അവരും പാലിച്ച് ജീവിക്കുന്നവരായി മാറിയിരുന്നു। അതുകൊണ്ട് തന്നെ മഹാന്മാരായ സ്വഹാബത്തിന്റെ ചരിത്രങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും। ബഹുമാനപ്പെട്ട ഹദ്റത്ത് സഈദ് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു ഉന്നതനായ ഒരു സഹാബിയാണ്. ബഹുമാനപ്പെട്ട ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഖലീഫയായതിനു ശേഷം ബഹുമാനപ്പെട്ട സഈദ് ബിൻ ആമിർ റളിയല്ലാഹു അൻഹുവിനെ ഷാം രാജ്യത്തിലെ ഒരു പ്രദേശത്തെ ഗവർണറായി വാലിയാക്കി നിശ്ചയിക്കുകയുണ്ടായി, അവിടുത്തെ ഗവർണറായി നിശ്ചയിച്ചു. ബഹുമാനപ്പെട്ടവരെ ആദ്യം അങ്ങനത്തെ ഒരു ഗവർണർ സ്ഥാനമൊന്നും ഏൽക്കാൻ തയ്യാറായില്ല. പക്ഷേ ബഹുമാനപ്പെട്ട ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു നിർബന്ധിച്ചപ്പോൾ പിന്നെ സ്വീകരിക്കുകയല്ലാതെ മാർഗമില്ലാതായി. അങ്ങനെയാണ് അവിടുത്തെ ഗവർണറായി കൊണ്ട് ബഹുമാനപ്പെട്ടവർ പോയത്. അങ്ങനെ ആ പ്രദേശത്ത് ഗവർണറായി ജീവിക്കുന്നതിന് മധ്യേ ആ പ്രദേശത്തുള്ള കുറച്ച് ആളുകൾ ഒരിക്കലും ബഹുമാനപ്പെട്ട ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ അഗ്രഹത്തിൽ വന്ന സമയത്ത് ഇസ്ലാമികമായ വിജയങ്ങളൊക്കെ ധാരാളം വർദ്ധിച്ചതായ ഒരു കാലഘട്ടമായിരുന്നു. ഇസ്ലാമിക രാഷ്ട്രം സമ്പന്നമായിരുന്നു. അതുകൊണ്ട് പ്രയാസമുള്ള ആളുകളെ സഹായിക്കരുത്, ബൈത്തുൽ മാലിന് പ്രയാസമായിരുന്നില്ല, ബുദ്ധിമുട്ടില്ലായിരുന്നില്ല. അതുകൊണ്ട് ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അവരോട് പറഞ്ഞു, നിങ്ങളുടെ നാട്ടിലുള്ള പാവങ്ങളായ ആളുകളെ അഥവാ പേരെഴുതി തരികയാണെങ്കിൽ ഞാൻ അവർക്ക് ഇവിടുന്ന് സാമ്പത്തികമായ സഹായം ചെയ്യാം എന്ന് പറഞ്ഞ സമയത്ത് ആ വന്നതായ ആളുകൾ അവിടെയുള്ള പ്രയാസം കേൾക്കുന്ന ഫുഖറാക്കളായ ബുദ്ധിമുട്ടുള്ള ദരിദ്രരായ ആളുകളുടെ പേരെഴുതിയാണ്. പേരെഴുതി കൊടുത്ത് കാണിച്ചു. ആ ലിസ്റ്റ് നോക്കുന്ന സമയത്ത് അതിൽ ഒന്നാമത്തെ പേര് കാണുന്നത് സഈദ് ബിൻ ആമിർ എന്നാണ്. ബഹുമാനപ്പെട്ട ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു അത്ഭുതപ്പെട്ട് ആശ്ചര്യപ്പെടുകയാണ്, ആരാണ് ഈ സഈദ് ബിൻ ആമിർ? അവർ പറഞ്ഞു, നിങ്ങൾ ഇവിടുന്ന് പറഞ്ഞയച്ച ഖലീഫ ആ അമീറാണ്, ആ ഗവർണറാണ്. നിങ്ങളുടെ ഗവർണർ ദരിദ്രനോ പാവമോ? ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, ഞങ്ങളുടെ നാട്ടിൽ എന്തെങ്കിലും കൊടുക്കാനും സഹായിക്കാനും അർഹപ്പെട്ട ഏറ്റവും പറ്റിയ ആളുണ്ടെങ്കിൽ അദ്ദേഹമാണ്.
ബഹുമാനപ്പെട്ടവരുടെ ഈ വാക്ക് കേട്ട്, ഈ ആളുകളുടെ ഈ സംസാരം കേട്ട് ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു അത്ഭുതപ്പെട്ടു. പിന്നെ ഒരു സഞ്ചിയില് 1000 സ്വർണ്ണ നാണയം അവർക്ക് ഹദിയയായി കൊടുത്തയക്കുകയാണ്. അങ്ങനെ ബഹുമാനപ്പെട്ട സഈദ് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു മുമ്പിൽ അവർ കൊണ്ടുവന്ന് അമീറുൽ മുഅ്മിനീൻ നൽകിയതാണെന്ന് പറഞ്ഞ് കൊടുത്ത സമയത്ത് ബഹുമാനപ്പെട്ട തുറന്നു നോക്കിയ സമയത്ത് മുഴുവൻ സ്വർണ്ണ നാണയങ്ങളാണ്. 1000 സ്വർണ്ണ നാണയങ്ങൾ. ഇത് കണ്ടപാട് അത്യുച്ചത്തിൽ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇത് കേട്ടപാട് ആളുകളൊക്കെ പരിഭ്രമിച്ച് എന്താ ഇന്നാലില്ല ചെല്ലുന്ന വീട്ടിൽ നിന്ന് ഉള്ളുന്ന് അവിടുത്തെ സഹധർമ്മിണിയായ പത്നി ചോദിച്ചു, എന്താണ് സംഭവിച്ചത്, എന്തിനാണ് ഇന്നാലിൽ ഇങ്ങനെ അത്ര പേടിച്ചുകൊണ്ട് ചെല്ലുന്ന? അമീറുൽ മുഅ്മിനീൻ വഫാത്തായി പോയോ? അമീറുൽ മുഅ്മിനീൻ വഫാത്തായതല്ല, അതിനേക്കാൾ വലിയ അപകടമാണ് ഉണ്ടായിരുന്നത്. ചോദിച്ചു, എന്താ മുസ്ലിങ്ങളായ ആളുകളുടെ മേൽ വലിയ അള്ളാന്റെ മേൽ വല്ല ബലാവും മുസീബത്തും വന്നിട്ടുണ്ടോ? അത് വരികയാണെങ്കിൽ സഹിക്കാനും അതിലും വലിയ അപകടമാണ് വന്നത്. എന്താണ്? ഇതാ എന്റെ വീട്ടിലേക്ക് ദുനിയാവ് കടന്നു വന്നിരിക്കുകയാണ്. ഇതാണ് ഏറ്റവും വലിയ മുസീബത്ത്, ബലായി എന്നാണ് ബഹുമാനപ്പെട്ടവർ പറയുന്നത്. ഈ 1000 സ്വർണ്ണ നാണയം എനിക്ക് കിട്ടിയത് ലോകം അമീറുൽ മുഅ്മിനീൻ വഫാത്തായതിനേക്കാൾ വലിയ മുസീബത്താണ് വന്നിട്ടുണ്ട് പറയത്തക്ക ഒരു അവസ്ഥ ഒരാൾക്ക് ഉണ്ടാകണമെങ്കിൽ അത് ഈമാൻ കൊണ്ട് മാത്രം പറയാൻ കഴിയുന്ന ഒന്നാണ്. ആ ഈമാൻ ഉണ്ടായത് റസൂലുള്ളാഹിയുടെ സഹവാസം കൊണ്ട് അവർ സമ്പാദിച്ചെടുത്ത സമ്പാദ്യമാണ് മഹാന്മാരായ സ്വഹാബത്ത്. അപ്പൊ ഇത് കേട്ടപാട് അവിടുത്തെ പത്നി പറഞ്ഞു, അതിനെന്തത്ര ബേജാറാകണം, എന്തൊക്കെ വന്നിട്ടൊന്നും അറിയില്ല, ദുനിയാവ് വന്നിട്ടേ അറിയുള്ളൂ, എന്നാ അത് ആർക്കും ഒഴിവാക്കി കാര്യമായി ബഹുമാനപ്രവർത്തനം ചെറിയ ചെറിയ പൊതികളാക്കിയിട്ട് നാട്ടിലുള്ള വേറെ ആവശ്യക്കാരായ ആളുകൾക്കൊക്കെ കൊടുത്തയച്ചു. അതിന് ഒരു സംഖ്യ പോലും ഉപയോഗിക്കാൻ തയ്യാറായില്ല. അങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞ് പിന്നെ ബഹുമാനപ്പെട്ട ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു സ്വയം നാടുകളൊക്കെ ചുറ്റിക്കാണ്ട് സഞ്ചരിച്ച് മനസ്സിലാക്കുന്നവരുടെ രീതിയായിരുന്നു ഇവരുടെ ഈ പ്രദേശത്തും എത്തി. അങ്ങനെ വന്ന സമയത്ത് അവിടുത്തെ ആളുകളൊക്കെ ഒരുമിച്ച് കൂടി അവരോട് ചോദിച്ചു, നിങ്ങൾക്ക് വേണ്ടി ഞാൻ നിർണയിച്ച ഈ ഗവർണർ ഉണ്ടല്ലോ, ഈ ഗവർണറിനെ പറ്റി നിങ്ങൾക്ക് വലിയ പരാതി വേണ്ടി പറയാം. അപ്പൊ ഓരോരുത്തരും എഴുതി പരാതി വരാൻ തുടങ്ങുകയാണ്. ബഹുമാനപ്പെട്ട ഉമർ ഫാറൂഖ് റളിയല്ലാഹു എന്തുമില്ലാത്ത വിഷമായി തോന്നി. കാരണം ഞാൻ ഇത്രമാത്രം വിശ്വസ്തനായി ഒരു കുഴപ്പമില്ലാത്ത നല്ലൊരാളായിക്കൊണ്ട് മനസ്സിലാക്കി പറഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ പേരിൽ ഇവർ പരാതി പറയും, എന്ത് പരാതിയായിരിക്കും ഇവർ പറയാൻ പോകുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവരോട് ചോദിക്കുന്നത് എന്തായാലും പറയും, എന്താണ് പരാതി? ഒന്നാമത്തെ പരാതി ഇതാണ്, ഇദ്ദേഹം ഇന്നും ഓഫീസിൽ വൈകിയേ വരുള്ളൂ. രണ്ടാമത്തെ പരാതി, ഇദ്ദേഹം ആഴ്ചയിൽ ഒരിക്കൽ തീരെ വരില്ല. മൂന്നാമത്തെ പരാതി, പകൽ സമയത്ത് മാത്രമേ ഇദ്ദേഹം ഓഫീസിൽ പോയി, രാത്രി അദ്ദേഹത്തെ കാണാൻ വിചാരിച്ചാൽ ഒരിക്കലും സാധിക്കുകയില്ല. നാലാമത്തെ പരാതി, ഇടയ്ക്കിടയ്ക്ക് ഇയാൾ ഓഫീസിൽ വന്നാലും അതിന്റെ ഇടയിൽ ഇയാൾ ബോധം കെട്ട് വീഴും, പിന്നെ ഒരാൾക്ക് ഒന്നും പറയാനോ സംസാരിക്കാനോ പറ്റൂല. ഇങ്ങനെയുള്ള തകരാറുകളൊക്കെ ഇദ്ദേഹത്തിനുണ്ട്. ബഹുമാനപ്പെട്ട ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ട സഈദ് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു വിളിച്ചു വരുത്തി ചോദിച്ചു, എന്താണ് ഇവർ ഈ പരാതി പറയുന്നത്, നിങ്ങളത് വിശദീകരിക്കണം, എന്തിനാണ് നിങ്ങൾ ഇത്രയും ഓഫീസിൽ വൈകി വരുന്നത് എന്ന് ചോദിച്ച സമയത്ത് ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, ഞാനിത് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യമില്ല, അമീറുൽ മുഅ്മിനീൻ തങ്ങൾ ചോദിക്കുകയാണെങ്കിൽ പറയല്ലാതെ നിർവാഹമില്ല. എന്റെ വീട്ടിൽ സേവനം ചെയ്യാൻ എന്റെ ഭാര്യയോടൊപ്പം മറ്റാരുമില്ല, അവർക്ക് ഒറ്റയ്ക്ക് കാര്യങ്ങൾ ചെയ്യാൻ കഴിയൂല. അതുകൊണ്ട് ഞാൻ നേരം കൊടുത്താൽ അവർക്ക് വെള്ളം നിറച്ചു കൊടുക്കണം, വീട്ടിലേക്ക് വൈകുന്നേരം ആവശ്യമായ അത്ര, രാവിലേക്ക് ആവശ്യമായ ചപ്പാത്തിയോ റൊട്ടിയൊക്കെ ഉണ്ടാക്കാൻ പൊടി കുഴച്ചു കൊടുക്കണം. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ സ്വന്തമായാണ് വീട്ടിൽ നിർവഹിച്ചു കൊടുക്കുന്നത്. അത് ചെയ്തു വരുമ്പോഴേക്ക് അല്പം വൈകുന്നതാണ് എന്നാണ് പറയുന്നത്. ആരാണ് ഈ പറയുന്നത്? ആ നാട്ടിലെ ഗവർണറായി നിശ്ചയിച്ച ഗവർണറാണ് ഈ പറയുന്നത്. ഈ നിലക്ക് വീട്ടിൽ സ്വയം ജോലി ചെയ്യുകയാണ് ബഹുമാനപ്പെട്ടവർ. രണ്ടാമത്, ആഴ്ചയിൽ ഒരിക്കൽ വരാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ്? അദ്ദേഹം പറഞ്ഞു, ഇത് എന്റെയും എന്റെ റബ്ബിന്റെയും ഇടയിൽ രഹസ്യമാണ്, ഞാൻ ഒരാളോട് പറയാൻ ഉദ്ദേശിക്കുന്നില്ല, അവിടെ നിർബന്ധിക്കാൻ വേണ്ടി പറയല്ലാതെ നിർവാഹമില്ല. അദ്ദേഹം പറഞ്ഞു, ഞാനിട്ട ഈ ധരിച്ച കുപ്പായം ഇത് ഒറ്റ ജോഡി മാത്രമേ എനിക്കുള്ളൂ, ഇത് ഒരിക്കലെങ്കിലും ആഴ്ചയിൽ ഒന്ന് കഴുകണം. ഇത് കഴുകാൻ മറ്റൊരാളെ കയ്യിൽ കൊടുക്കാനും പറ്റില്ല, കാരണം ഇത് എത്രമാത്രം ജീർണിച്ചതാണ്. ഒരാളുകളായി ഇതിനെ വന്ന് അരക്കുകയോ ചെയ്താൽ ഇതിന് ബാക്കി ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ തന്നെ വളരെ അതപോടും ഏത്തറാമോടും കൂടി വളരെ മര്യാദയിലാണ് ഇതിനെ അലക്കി വൃത്തിയാക്കി ധരിച്ചിട്ട് പിറ്റേ ദിവസം ഞാൻ വരുന്നത്. ഇങ്ങനെയാണ് ഞാൻ കാര്യങ്ങൾ ചെയ്യുന്നത്. പിന്നെ നിങ്ങൾ പകല് മാത്രമേ ഉള്ളൂ, വൈകുന്നേരം രാത്രി സമയങ്ങളിൽ എന്തുകൊണ്ട് കാണാൻ തയ്യാറല്ല ജനങ്ങളെ? ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, ഇത് എന്റെയും റബ്ബിന്റെ ഇടയിലുള്ള ഒരു കാര്യമാണ്. ഞാൻ എന്റെ പകൽ സമയം ജനങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ്, എന്റെ രാത്രി സമയം എന്റെ റബ്ബിന് വേണ്ടി ഞാൻ മാറ്റിവെച്ചിരിക്കുകയാണ്. പകൽ സമയം ജനങ്ങൾക്ക് വേണ്ട കാര്യങ്ങളും സേവനങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നു, രാത്രി സമയമായാൽ ഞാനും എന്റെ റബ്ബുമായുള്ള കൂടിക്കാഴ്ചയിലും അവരുടെ സംസാരത്തിലും വിവാദത്തിലും ഖിയാമിലും സുജൂദിലും ഒക്കെയായി കഴിച്ചു കൂട്ടുകയാണ് എന്റെ പതിവ്. പിന്നെ എന്തിന്റെ പേരിലാണ് നിങ്ങൾ ഇങ്ങനെ ബോധരഹിതനായി മാറുന്നത് എന്ന് ചോദിച്ച സമയത്ത് ബഹുമാനപ്പെട്ട ആ സംഭവം പറയുകയാണ്. കുഫാറുകള് ബഹുമാനപ്പെട്ട ഖുബൈബ് റളിയല്ലാഹു അൻഹുവിനെ, ഞാൻ ഇസ്ലാമിലേക്ക് വരുന്നതിന് മുമ്പുള്ള കാലത്ത് മക്കയിലുള്ള കുഫാറുകൾ അബൂ സുഫിയാൻ പലരും ഉണ്ട്, അവരുടെ നേതൃത്വത്തിൽ ബഹുമാനപ്പെട്ട ഖുബൈബ് റളിയല്ലാഹു അൻഹുവിനെ പിടിച്ചു കൊണ്ടുവന്നു. അങ്ങനെ അവരെ തൂക്കിലേറ്റി അവരെ ശിക്ഷിക്കാൻ പോവുകയാണ്. ആ
ആ ശിക്ഷിക്കാൻ പോകുന്ന ആ കൂട്ടത്തിൽ ആളുകളൊക്കെ ആർത്തു വിളിച്ചുകൊണ്ട് കാണാൻ വേണ്ടി അവിടെ സന്നിധരായിട്ടുണ്ട്. ഞാനും ഈ നേതാക്കളോടൊപ്പം അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ബഹുമാനപ്പെട്ടവരെ തൂക്കിലേറ്റാൻ കൊണ്ടുവന്ന സമയത്ത് ആദ്യം കണ്ട രംഗം, മൂപ്പരുടെ മുഖം സന്തോഷം കണ്ടപ്പോൾ തന്നെ ഞാൻ അത്ഭുതപ്പെട്ടു. ഒരു തൂക്കിലേറ്റാൻ കാണുന്ന ആളുടെ മുഖഭാവമല്ല ഇദ്ദേഹത്തിന്റെ. പിന്നെ അങ്ങനെ തൂക്കിലേറ്റാൻ കൊണ്ടുവന്ന സമയത്ത് ആദ്യമായി അദ്ദേഹം പറഞ്ഞു, എനിക്ക് 2 റക്അത്ത് നിസ്കരിക്കാൻ സമ്മതം തരണം. അങ്ങനെ അദ്ദേഹം ആ സമയത്ത് ഏതൊരു സമാധാനത്തോടു കൂടി സന്തോഷത്തോടു കൂടി നിസ്കരിക്കുന്ന ആ രംഗം ഞാൻ അദ്ദേഹത്തിന്റെ മുഖത്ത് വായിച്ചെടുത്തു. ഞാനിപ്പോ ഇത്ര കാലമായി മുസ്ലിമായി നിസ്കരിക്കുന്നു, അങ്ങനത്തെ നിസ്കാരം നിർവഹിക്കാൻ എന്റെ ജീവിതത്തിൽ എനിക്ക് സാധിച്ചിട്ടില്ല. അങ്ങനത്തെ മനസ്സമാധാനത്തിലുള്ള അള്ളാഹുമായുള്ള സംഭാഷണത്തിലുള്ള നിസ്കാരം, സന്തോഷത്തിലുള്ള നിസ്കാരമാണ് ബഹുമാനപ്പെട്ടവരോട് നിസ്കരിച്ചത്. അങ്ങനെ നിസ്കരിച്ചതിന് ശേഷം അവർ ശത്രുക്കളിലേക്ക് തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു, ഞാൻ എന്റെ നിസ്കാരം വേഗം പൂർത്തിയാക്കിയത് മരണത്തോട് പേടിച്ചുകൊണ്ട് ഞാൻ നിസ്കാരത്തെ നീട്ടിയെന്നാണ് ഞാൻ കരുതിയതിന്റെ പേരിലാണ്. അല്ലെങ്കിൽ ഈ നിസ്കരിക്കുന്നതിനുള്ള ആനന്ദം ഇത്രയും നിസ്കരിച്ചാൽ മതി വരുന്നില്ല. പക്ഷെ ഞാൻ 2 റക്അത്തിൽ ചുരുക്കി വേഗം സലാം വീട്ടിയത് നിങ്ങളങ്ങനെ സംശയിക്കാതിരിക്കാനാണ് എന്ന് ബഹുമാനപ്പെട്ടവർ മറുപടി പറയുക. ഈ നിലക്കാണ് ബഹുമാനപ്പെട്ട ആ സമയത്ത് നിസ്കാരം നിർവഹിക്കുന്നത്. അങ്ങനെ അവരെ തൂക്കുമരത്തിൽ കയറ്റിക്കൊണ്ട് ഈ ശത്രുക്കൾ ആദ്യമായി ചെയ്യുന്നത് അവരുടെ ശരീരത്തിന്റെ ഓരോ ഭാഗത്തും മാംസങ്ങളും ഓരോ അവയവങ്ങളും മുറിച്ചെടുക്കുകയാണ്. ജീവനോട് നിലകൊള്ളുന്ന ഈ മനുഷ്യന്റെ മേത്ത് അവരെ മാംസം മുറിച്ചെടുക്കുന്നു, അവരുടെ അവയവം മുറിച്ചെടുത്തുകൊണ്ടിരിക്കുന്നു. ആ സമയത്തും അവരെ പുഞ്ചിരിക്ക് യാതൊരു മാറ്റവുമില്ല. ആ സമയത്ത് ആ ശത്രുക്കൾ പറയാണ്, അതല്ല ഹുബൈബെ, നിങ്ങൾ വെറും ഇത്ര മാത്രം പറയാണ്, ഈ സ്ഥാനത്ത് മുഹമ്മദ് ആയിരുന്നു അത്ര നന്നായിരുന്നു പറഞ്ഞാൽ ഞങ്ങൾ വെറുതെ വിട്ടോളാം എന്ന് പറയുന്ന സമയത്ത് ബഹുമാനപ്പെട്ടവർ പറയുന്ന മറുപടി എന്താണ്? നിങ്ങൾ എന്ത് ചെയ്താലും ശരി, എന്റെ റസൂലുള്ളാഹിന്റെ കാലിന്റെ ചുവട്ടൊരു മുള്ളു കുത്തുകയാണെങ്കിൽ അത് കണ്ടുകൊണ്ട് ഹുബൈബിന് വീട്ടിലിരിക്കാൻ കഴിയൂല. അത് തടയാൻ ആവശ്യമായ ജീവൻ അർപ്പിച്ചുകൊണ്ട് എന്റെ റസൂലുള്ളാഹിന്റെ കാലിന് മുള്ളേൽക്കാൻ പോയി അത് പറയാൻ പോലും ഞാൻ തയ്യാറാകൂല എന്നാണ് ബഹുമാനപ്പെട്ടവർ അതിന് മറുപടി പറഞ്ഞത്. അങ്ങനെ അവർ ഓരോ അവയവവും മുറിച്ച് അവരെ അവസാനം ഷഹീദാകാൻ അടുത്ത സമയത്ത് ബഹുമാനപ്പെട്ട തൂക്കുമരത്തിൽ നിന്നുകൊണ്ട് തന്നെ മദീനയിലേക്ക് മുഖം തിരിച്ചുകൊണ്ട് അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ലോകത്ത് നിന്ന് വിട പറഞ്ഞത്. ഈ രംഗം ഞാൻ അവരോടൊപ്പം കണ്ടു. ഇന്ന് ഞാൻ പലപ്പോഴും എന്റെ മനസ്സിലേക്ക് ഓടി വരികയാണ്. പലപ്പോഴും അഥവാ അല്ലാഹു തആല എന്നോട് ചോദിക്കുകയാണ്, എന്റെ അടിമയായ ഹുബൈബിനോട് കൂടി ഇങ്ങനെ ശത്രുക്കൾ ചെയ്യുന്ന സമയത്ത് അതിന് തടയാൻ എന്ത് കാര്യമാണ് നീ ചെയ്തത് സലീലെ എന്ന് ചോദിച്ചാൽ എനിക്ക് എന്ത് മറുപടിയാണ് ഉണ്ടാവുക? അത് ആലോചിക്കുമ്പോൾ ഞാൻ ബോധം കെട്ടു വീഴുകയാണ് എന്നാണ് ബഹുമാനപ്പെട്ടവർ അതിന് മറുപടി പറയുന്നത്. ബഹുമാനികളെ, ഈ നിലക്ക് ദുനിയാവിനെ തന്നിലേക്ക് ഒരിക്കലും അടുപ്പിക്കാതെ ഇത്രയും ഉന്നതമായ സ്ഥാനമുണ്ടായിട്ടും ഇങ്ങനത്തെ ഒരു അവസ്ഥ മഹാന്മാരായ സഹാബത്ത് നേടിയെടുത്തത് സമ്പത്തിന്റെ പേരിലല്ല, മറ്റുള്ള പ്രവർത്തനങ്ങളുടെ പേരിലല്ല, ബഹുമാനപ്പെട്ട റസൂലുള്ളാഹിയോടുള്ള സഹവാസത്തിന്റെ പേരിലാണ്. ആ സഹവാസത്തിൽ ഇരുന്നുകൊണ്ട് റസൂലുള്ളാഹിൽ ഉണ്ടായിരുന്ന അഖീദ എന്താണോ ആ അഖീദ അവരും തന്നിലേക്ക് ആർജിച്ചെടുത്തു. അതിന്റെ ഫലമാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ. दोस्तों, वक्त बहुत हो गया है। इंशाअल्लाह अलगज़ बतलाना यही है कि हम सोहबत को इख्तियार करें। इंशाअल्लाह इल्म के साथ उनकी सोहबत भी अगर हमको मिलेगी, अल्लाह ताला ज़रूर उनके हाल की तरह हमारे हाल को बनाएगा। सिर्फ मुहम्मदुर रसूलुल्लाह सहाबा ही नहीं, बल्कि सहाबा की सोहबत में जो बैठे उनके अकीदे की भी अल्लाह ने इस्लाह फरमाई। जो ताबईन की सोहबत में बैठा औलिया अल्लाह, उनकी भी अकीदे की अल्लाह इस्लाह फरमाया। हम भी अगर सोहबत को इख्तियार करेंगे, इंशाअल्लाह अल्लाह ताला हम पर फजल फरमाएगा, हमारे हाल को अल्लाह सही बना देगा। സമയം കൂടുതലായിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ മഹാന്മാരായ സ്വഹാബത്ത് സ്വീകരിച്ചതായ അവരുടെ ഹാലും അവരുടെ കാലും നമ്മൾ സ്വന്തമാക്കുകയാണ് വേണ്ടത്. അള്ളാഹുവിൻ്റെ ഔലിയാക്കളായ മഹാന്മാരുടെ കാലും ഹാലും നമ്മൾ സ്വന്തമാക്കുകയാണ് വേണ്ടത്. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലും ഹാലും എന്തായിരുന്നോ മഹാന്മാരായ സഹാബത്ത് ആ അഖീദ അവരുടെ ശരിയാക്കി, അതുപോലെ അവരെ അഖീദയാക്കി മാറ്റി, അവരെ കാലും ഹാലുമാക്കി മാറ്റി. സഹാബത്താക്കി മാറ്റിയെന്നല്ല, അവരെ പോലെ താബീഈങ്ങളാക്കി മാറ്റി. താബീഈങ്ങൾ എന്താണോ ചെയ്തെങ്കിൽ മാറ്റിയെടുത്തെങ്കിൽ അതുപോലെ അള്ളാഹുവിന്റെ ഔലിയാക്കൾ മാറ്റിയെടുത്തു. എന്നതുപോലെ മാറ്റിയെടുത്തതായ അള്ളാഹുവിന്റെ ഔലിയാക്കളുടെ പരമ്പര നമ്മളിൽ വരെ എത്തിയിരിക്കുകയാണ്. അവരുടെ പക്കലുള്ള ഇൽമേതോ ആ ഇൽമ നാം മനസ്സിലാക്കുകയും ആ ഇൽമ മനസ്സിലാക്കുന്നതിനോടൊപ്പം അവരുടെ സഹവാസം സ്വീകരിച്ചുകൊണ്ട് അവർക്ക് അള്ളാഹുമായുള്ള ഏതൊരു ബന്ധമാണോ ആ ഇൽമിലൂടെ അവർ നേടിയിട്ടുള്ളതെങ്കിൽ അവരുടെ സഹവാസത്തിൽ ഇരുന്നുകൊണ്ട് ആ ഹാല് ആ ബന്ധം നാമും നമ്മിലേക്ക് പകർത്തിയെടുക്കുകയാണ് വേണ്ടത്. അതിന് അള്ളാഹുവിന്റെ അഹലുകാരോട് സഹവസിക്കുകയാണ് വേണ്ടത്. അള്ളാഹു തആല നമുക്കൊക്കെ തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ.
اللہ سے دعا ہے جو بھی ہم سن رہے ہیں کہہ رہے ہیں سننے سے کہیں زیادہ اللہ اے اللہ ہمیں عمل کی توفیق عطا فرما، اے اللہ ہمارے عقیدوں کی اصلاح فرما، ہمارے حال کو بھی حال صحیح بنا، ہمارے حال کو بھی حال صحیح بنا، اے اللہ تو رحم فرما کرم فرما، اے اللہ تجھے جو حال پسند ہے، تجھے جو حال پسند ہے، تیرے حبیب کو جو حال و حال پسند ہے، اے اللہ اسی طرح ہمارے حال و حال کو ہی بنا دے، اے اللہ تو رحم فرما کرم فرما، پیروں کے اولیاء کے حقیقی فیضان سے ہم سبوں کو مالا مال فرما، ایمان کی اعلیٰ نعمت و دولت عطا فرما۔